പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി അതിൻ്റെ നിയോഗത്തിലല്ല, ഉടമ്പടി അതിൽ തന്നെയാണ് സന്തോഷത്തിൻ്റെ കാരണം. നമ്മൾക്ക് പലപ്പോഴും സന്തോഷം ഉണ്ടാകുന്നത് ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിറവേറി കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉടമ്പടിയെ വീക്ഷിക്കുമ്പോൾ മറ്റൊരു പ്രതലമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്താണ് കാരണം? നമുക്ക് ലഭിച്ച നിയോഗങ്ങളിലാണ് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആനന്ദിക്കുന്നത് എന്തെങ്കിലും വസ്തുവകകളിലോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയിലോ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ സന്തോഷിക്കുന്നത്. കാര്യം ജോലി കിട്ടിയാലും ജപ്തി നടപടി മാറിയാലും ഒക്കെ നമുക്കുണ്ടാകുന്നത് ഭൗതിക നേട്ടങ്ങളാണ്. അപ്പോൾ ഈ ഭൗതിക നേട്ടങ്ങളിലാണ് ഒരാൾ സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിന് ബേസിക്കായിട്ട് അവിടെ 2ാം സ്ഥാനമേ ഉള്ളൂ. ദൈവത്തിന് ഈ ഉടമ്പടി വിഷയത്തിൽ 1ാം സ്ഥാനം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുത്തത് തന്നെ ഒരു സന്തോഷത്തിൻ്റെ കാരണമാകണം. എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ ഉടനെ പറയാൻ കഴിയണം, എനിക്ക് ദൈവവുമായിട്ട് മുമ്പത്തേക്കാൾ ആഴമായ ഒരു റിലേഷന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് സിമ്പിളാണ് സംഭവം. അപ്പോൾ ദൈവത്തിനാണ് 1ാം സ്ഥാനം വരണത്. എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുണ്ടാകേണ്ട ഉത്തരം അതിൻ്റെ കാരണം ഈ ബൈബിളിലെ ഈ കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ, ആ വിശ്വാസത്തിൻ്റെ നേട്ടങ്ങളിലല്ല, വിശ്വസത്തെ മാത്രം, അതായത് കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ അവരും കുടുംബവും സന്തോഷിച്ചു. അതാണ് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സന്തോഷം. നടപടി പുസ്തകം 16:20-34 ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ഇതാണ് ബേസിക് ജോയ് എന്ന് പറയുന്നത്. ബേസിക് ജോയ്, അടിസ്ഥാന സന്തോഷം. എന്താണത്? അത് ദൈവത്തിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും വിടുതലോ. ഇപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ പാറാവുകാരനാണ്. പാറാവുകാരൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പം സാക്ഷ്യം എന്താ വെച്ചാൽ പാറാവുകാരന് സംഭവിച്ചത്, പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടായി, വിളക്ക് കെട്ടുപോയി. അന്ന് ഈ എണ്ണ വിളക്കാണല്ലോ ഉപയോഗിക്കുന്നത്. പാറാവർ ജയിലിലാണ് സംഭവം, ജയിലിലാണ്. ഞാൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ പൗലോസ് രക്തസാക്ഷിയായ സ്ഥലത്ത് പോയി. അപ്പോഴവിടെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ആ 12,000 വർഷം പഴക്കമുള്ള പൗലോസിൻ്റെ കയ്യിൽ ഇട്ടിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചങ്ങലയൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഈ തിമോത്തിയും കൂടെ ഉണ്ടായിരുന്ന ഫിലോമോൻ, പല ആൾക്കാരും ജയിലിൽ അദ്ദേഹത്തിൻ്റെ സഹതടവുകാരായിരുന്നു. അപ്പോൾ അവരുമായിട്ട് രാത്രി ഈ ജയിലിലെ കയ്യിൽ കിടക്കുന്ന ചങ്ങല കിലുക്കിക്കൊണ്ട് താളം പിടിച്ച് പാടും. അത് ഇയാളെ കേട്ടതാണ് ഈ പാറാവുകാരൻ പുറത്തു നിന്ന്. അപ്പോൾ വിളക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് കൂടിയപ്പോൾ കൊടുങ്കാറ്റടിച്ച് വിളക്ക് കെട്ടുപോയി. അപ്പോൾ പാറാവുകാരൻ വാളെടുക്കാൻ തന്നെത്താൻ നെഞ്ചത്തിട്ട് കുത്താൻ പോയി. എന്താ കാര്യം? ഇങ്ങനെ വിളക്ക് കെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തടവുകാർ രക്ഷപ്പെടും.
അപ്പോൾ പിന്നെ ഇയാളെ അവർ വെട്ടിക്കൊല്ലുക വല്ലതും ചെയ്യും. ആര്? സർക്കാർ. അത് കാരണം അത് പേടിയായിട്ട് പുള്ളി തന്നെത്താൻ കുത്തിച്ചാകാൻ പോയി. അപ്പോൾ പൗലോസ് പറയും, സഹോദര, അഹിതമൊന്നും കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. ഇതോടുകൂടി പാറാവുകാരൻ്റെ ഐസി അടിച്ചു പോകും. പാറാവുകാരൻ പറയും, എന്തുകൊണ്ടാണ് ഇവർ ഓടാതിരുന്നത്? രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട് ഓടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവരെങ്ങനെയാണ് ഈ ചങ്ങലയിട്ട് പാടണത്? ചങ്ങല കാലിലും കയ്യിലും കിടക്കുമ്പോഴും കർത്താവിൻ്റെ പാട്ട് എങ്ങനെ പാടുന്നത്? ആരാണ് ഈ കർത്താവ് എന്ന് ചോദിച്ചിട്ട് ഇവർ ഞങ്ങളിവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ, നീ അഹിതമൊന്നും കാണിക്കണമെന്ന് പറയുമ്പോൾ, പാറാവുകാരൻ ഇവരോട് ചോദിക്കും, നിങ്ങൾ പാടിയ കർത്താവ് ആരാണെന്ന് ചോദിക്കും. അതാണ് നമ്മുടെ സാക്ഷ്യം കണ്ടിട്ടാണ് മറ്റുള്ളവർ കർത്താവിനെ അറിയണത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്തേ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. 25, 16, 25 നടപടി പുസ്തകം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അതാണ് വിഷയം. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോഴേ നിത്യരക്ഷ ലഭിച്ചു. ഈ പറവുകാരൻ പൗലോസിനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് കർത്താവിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കും. ആ ഒരു രാത്രി കൊണ്ട് തന്നെ അവന് അഭിഷേകം കിട്ടിയിട്ട് അവൻ പൗലോസിലേക്ക് എന്തെങ്കിലും സ്നാനം സ്വീകരിക്കും. എന്നിട്ടാണ് ഇവൻ പറയണത്, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യരക്ഷ ലഭിച്ചതിൽ, അല്ല ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി എന്നല്ല പ്രശ്നം. കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് തന്നെ ഈ മനുഷ്യന് വലിയ സന്തോഷമായി മാറുകയാണ്. ഏതാണ്ട് ഇതേ ഒരു പാരലിൽ വേണം ഉടമ്പടിയെ സമീപിക്കാൻ. ഉടമ്പടിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നടക്കും. നമ്മൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ യൂട്യൂബിലുള്ള ഒരു കേന്ദ്രവും ലോകത്ത് കാണത്തില്ല. 10, അതായത് ഒരു ലക്ഷത്തോടടുത്ത് വരുന്ന ഇപ്പോൾ സാക്ഷ്യങ്ങൾ. അപ്പം ഉടമ്പടിയിൽ എന്തും നടക്കും. പക്ഷെ അതല്ല വിഷയം. ഉടമ്പടിയിൽ നടക്കേണ്ട കാര്യം എന്താണ്? കർത്താവുമായി ആഴമായി ബന്ധമുണ്ടാകുമ്പോഴേ അതൊരു സന്തോഷത്തിൻ്റെ കാരണമാകണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ അങ്ങുമായി ആത്മാർത്ഥവും ആഴവുമായ ആത്മബന്ധത്തിനായി ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, നന്ദി, ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ റോജൻ ആറനാട്ടുകര തൃശ്ശൂർ, അവിടെ നിന്നൊരു സാക്ഷ്യമുണ്ടായി. ആ സാക്ഷ്യത്തിൻ്റെ രീതികൾ റോജൻ പറയണത് ഉടമ്പടിയിലൂടെ എൻ്റെ തോട്ട് പ്രോസസ്സ് പോലും കർത്താവ് ചേഞ്ച് ചെയ്തെന്നാണ്. വളരെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടൊരു സാക്ഷ്യമാണ്. ഫാക്റ്റ് ഇങ്ങനെ പറയണതല്ല, എല്ലാ സാക്ഷ്യങ്ങളിലും ഫാക്റ്റ് പറയണതാണ്. അവർക്ക് സംഭവിച്ച വിഷയങ്ങൾ അവർ അതുപോലെ പറയും. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ സ്കാൻ ചെയ്തേ പറയത്തുള്ളൂ. അവർ നിരീക്ഷിക്കും. വാട്ട് ഈസ് ഹാപ്പൻ ടു അവർ ഹോം, ഞങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു. കാരണം റോജൻ്റെ വീട്ടിലെ അമ്മ ഉടമ്പടിയിലാണ്, ഭാര്യ ഉടമ്പടിയിലാണ്, റോജൻ ഉടമ്പടിയിലാണ്. മനസ്സിലേക്ക് ഒരു വ്യക്തി ഒരു മൂന്ന് ഉടമ്പടി എടുത്തിരിക്കുകയും. അപ്പോൾ ഒരു ആ ഫാമിലി മൊത്തം സെറ്റപ്പ് ഉടമ്പടി സെറ്റപ്പാണ്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഉടമ്പടി മാത്രമല്ല, ഈ ഉടമ്പടി ധ്യാനങ്ങൾ കൃത്യമായും കൂടുന്നവരാണ്. കാര്യം റോജൻ്റെ സംസാരത്തിൽ നിന്ന് ധ്യാനത്തിൻ്റെ കുറേ പോയിൻറ്റ്സ് ആ മനുഷ്യൻ റീകളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഉടമ്പടി എന്ന് പറഞ്ഞ വാഗ്ദാനം പ്രാപിക്കുകയാണ്, അതൊരു ജീവിത രീതിയാണ്. ഉണ്ടാ ഉടമ്പടി എന്ന് പറയുന്നത് നൊവേന പോലെ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയിൽ എന്തെങ്കിലും വിഷയം നടക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന പ്രാർത്ഥനയുടെ പദ്ധതിയല്ല, അതൊരു ജീവിത രീതിയാണ്. ദൈവവുമായി ഉടമ്പടി ചെയ്തുകൊണ്ട് ഒരു ജീവിത രീതിയാണ്, വേ ഓഫ് ലൈഫാണ്. ഈ വേ ഓഫ് ലൈഫാണെന്നുള്ള സംഭവം അടുത്ത നൂറ്റാണ്ടിലും ഇതിനേക്കാൾ ജ്വലിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ ഇത് കൃപാസനം വഴി നിൽക്കുമെന്ന്? അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കാരണം ഈ പ്രത്യക്ഷീകരണ സഭ പഠിക്കും. കാര്യം ഇത്രയും ഇപ്പോൾ ലൂർദും ഫാത്തിമയും എന്തെല്ലാം പ്രത്യക്ഷീകരണം നടന്നെങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭൂഗോളത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ സഭ പഠിക്കണമെന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാകണം. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭൂഗോളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും. അടുത്ത പ്രാവശ്യം ഞങ്ങൾ സൗത്ത് ആഫ്രിക്ക പോവുകയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ എന്താണ്, ഒരു ഉടമ്പടി സമൂഹം അവിടെ ജീവിക്കുന്നുണ്ട്. അവരാണ് ഉടമ്പടി ധ്യാനത്തിന് വിളിക്കണത്. അതെന്താ വിഷയം എന്ന് പറയണത്, ഓരോ സ്ഥലത്തും ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉടമ്പടി കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് അവരെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. ഇപ്പോൾ റോജൻ തന്നെ സാക്ഷ്യം തുടങ്ങണം അങ്ങനെയാണ്. എങ്ങനെ തുടങ്ങണം? മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയണം. അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അവർക്ക് കാര്യങ്ങൾ അറിയാം. കുറേ നാൾ ഉടമ്പടിയുമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ എന്താണ് ഉടമ്പടി, എന്തിനാണ് ഉടമ്പടി എന്നൊക്കെ അവർക്കറിയാം. അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബാവശ്യത്തിന് വേണ്ടിയല്ല, അത് ഈസിയായിട്ട് നടക്കുന്ന കാര്യമാണ്. മറിച്ച് എന്താണ്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞേ. അപ്പോൾ ഉടമ്പടി എടുക്കാൻ നിങ്ങൾ ഉറങ്ങിക്കിടക്കണമെന്ന് വിചാരിച്ചോ? നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ പറയണം, ഞാൻ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ ദൈവവിളി സ്വീകരിച്ച ആളാണ്. ഇതൊരു ദൈവവിളിയാണ്. കവനൻ്റെ ഒരു ദൈവവിളിയാണ് ശരിക്കും. എന്ന് വെച്ചാൽ സുനിശ്ചിതമായും ചട്ടപ്പടിയും ചിട്ടപ്പടിയുമുള്ള രീതിയിൽ നമ്മൾ ദൈവത്തോട് ജീവിക്കുകയാണ്.
രാവിലെ 5:30 ലൈഫ് തുടങ്ങും. കഴിഞ്ഞ ദിവസം ശ്രേയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ചില സമയത്ത് തോന്നുകയെ ഈ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ചില സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്താ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്, ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാരെല്ലാം കാനഡയിലുള്ളതും അമേരിക്കയിലുള്ളതും അതുപോലെ തന്നെ കാസർഗോഡുള്ളതും ട്രിവാൻഡ്രത്തുള്ളതും ഇടുക്കിയിലുള്ളതൊക്കെയാണ്. അപ്പം ഞാൻ അവർക്ക് ഈ ആലപ്പുഴക്കാർക്ക് ഈ ഉടമ്പടിയൊന്നും ഇല്ലേ? അപ്പോൾ എന്താ പ്രശ്നം, എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ആലപ്പുഴക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ മതിയല്ലോ. അപ്പോൾ കൂടുതൽ കഷ്ടപ്പെട്ട് വരുന്നവർക്കായി, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളിവിടെ വരണമെങ്കിൽ ചിലരൊക്കെ 3 മണിക്ക് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് റെഡിയാകണം അല്ലേ? 3 മണിക്ക് എഴുന്നേക്ക്. അത് 3 മണിക്ക് എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ഇവിടെ കൃത്യസമയത്ത് ആ വണ്ടി കർത്തമാരുടെ ഇവിടെ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പം അത്രയും കഷ്ടപ്പെട്ട് വരണത് കാരണം ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇൻവോൾവ്മെൻറ്റും കാണുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ ബോധം നമുക്ക്, അതായത് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്രോബ്ലമാണ് ദൈവമായിട്ടുള്ള. ഇപ്പം ഞാൻ പണ്ട് വള്ളക്കാരുടെ പ്രാർത്ഥന നടത്തുമായിരുന്നു. ഞാൻ ഈ കടലോര കൺവെൻഷൻ നടത്തിയിരിക്കുന്ന കാലത്ത് 10 കൊല്ലം ഈ വള്ളക്കാർക്ക് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരും. അപ്പോഴേ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൂടുതൽ മത്സ്യം കിട്ടുന്ന ആർക്കാണെന്ന് ഞാൻ നോക്കണം ആർക്കാണ്. അത് കൊല്ലത്തുകാർക്കും ചാവക്കാടുകാർക്കൊക്കെയാണ്. അപ്പം എന്താ വെച്ചാൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു അനുപാതം കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ പക്ഷെ അത് നടപടി ശരിയല്ലല്ലോ. അപ്പം നാട്ടുകാരെന്ത് ചെയ്യും? അപ്പം എൻ്റെ വിഷയത്തിൽ ഈ നമ്മളിപ്പോൾ നാട്ടുകാരായാലും അല്ലെങ്കിൽ നാട്ടിന് പുറത്തുള്ള ആൾക്കാരായാലും ശരി, ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രോബ്ലം. നാട്ടുകാരായാലും അല്ലെങ്കിൽ നാട്ടിന് പുറത്തുള്ള ആൾക്കാരായാലും ശരി, ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രോബ്ലം. ഉടമ്പടിയിൽ വരുന്നത് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ പങ്കാളിത്തം, ഉടമ്പടിയിലുള്ള നമ്മുടെ പങ്കാളിത്തം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രേയ എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ ഈ നാട്ടുകാരത്തിയാണ്, ഇത് ജസ്റ്റ് അപ്പുറത്തെ നാടാണ്, ഗ്രാമമാണ്, ചെത്തി എന്ന് പറയും. അപ്പം ഞാൻ അവിടെയാണ് ഈ കടലോരം നടത്തിക്കൊണ്ടിരുന്നത് 5-10 കൊല്ലം ആ കടലിൽ. അപ്പോഴേ അന്നൊക്കെ ഈ ശ്രേയ ഒന്നും ജനിച്ച് കാണത്തില്ല. കാര്യം ഞാൻ 90-കളിലാണ് നടത്തിയത്. ഇവരിപ്പോൾ ഒരു ബിടെക്കുകാരത്തിയാണ്, അവർക്ക് 24 വയസ്സുണ്ട്. 24 വയസ്സൊന്നും വരല്ല. ഞാൻ 30 കൊല്ലം മുമ്പ് നടത്തിയതാണ്, 90 തൊട്ട് 2000 വരെ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, ഇവർ ഉടമ്പടി എടുക്കാമെന്ന് തോന്നിയെങ്കിലും ഇവരത് എടുക്കാൻ വരട്ടെ, എനിക്ക് 5:30 എഴുന്നേറ്റ് പരിചയമില്ല. അതാണ് അവരുടെ പ്രശ്നം. 5:30 എഴുന്നേറ്റ് പരിചയമില്ല, പിന്നെ ദിവസവും പള്ളിയിൽ പോയും പരിചയമില്ല. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ 5:30 എഴുന്നേൽക്കണം, ദിവസവും പള്ളിയിൽ പോകണം. അത് അവളെ കൊണ്ട് നടക്കത്തില്ല. അങ്ങനെ ഒരു ചിട്ടയില്ല ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് പാടാണ്. അപ്പം തെറ്റിപ്പോയാൽ അത് പ്രശ്നമാണോ? അതുകൊണ്ട് ഉടമ്പടി എടുക്കണ്ട. അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവരുടമ്പടി എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രേയക്ക്, നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും. ജീവിതത്തെ നമ്മൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ നിങ്ങളുടെ കല്യാണം, ജോലി, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ കുടുംബജീവിതം, അതിന് വരുന്ന ബാധ്യതകൾ, അതിന് വരുന്ന തടസ്സങ്ങൾ, അതിന് വരുന്ന ഭാരങ്ങൾ എല്ലാം നമ്മളിങ്ങനെ അരിച്ചൊക്കെ ഗുണിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. എന്താ കാര്യം? പല കാര്യങ്ങളും നമ്മൾക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ല. അതാണ് വിഷയം. ജീവിതത്തെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി നോക്കിക്കോ. പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നടക്കത്തില്ല. അങ്ങനെയാണ് ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ദൈവത്തിനൊരു പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സത്യസന്ധമായ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷയം എന്താ? ആൾക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താ? ഉടമ്പടി എന്ത് അനുഭവം തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ചിലർ പറയണത് മാതാവ് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോലെ തോന്നിയെന്നാണ്. അത് ഈ കിടിലനാണ് ശരിക്കും. അമ്മയുടെ ഒരു ഡിസൈൻ അങ്ങനെയാണ്, ദൈവം അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കണത്. അതാണ് ബൈബിൾ തുറക്കുമ്പോൾ പറയണത്, കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു,
യേശുവിൻ്റെ അമ്മയും ഒരു കുടുംബാംഗം പോലെ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആളാണത്. അവിടെ യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയണത്. യേശു ശിഷ്യന്മാരും വിരുന്നുകാരെ പോലെ വന്നു ചേർന്ന ആൾക്കാരാണ്. പക്ഷെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയല്ല, വീട്ടുകാരത്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യത്യാസം ഉണ്ട് ശരിക്കും. അമ്മ വീട്ടുകാരത്തിയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് തോന്നണം, മാതാവുമായിട്ട് ജീവിക്കുമ്പോൾ തോന്നണം, മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന്. അമ്മ കുടുംബത്തിലെ അംഗമായത് കൊണ്ടാണ് ഇപ്പം റോജൻ്റെ സാക്ഷ്യത്തിൽ ഒരു പോയിൻ്റ്, കുറേ പോയിൻറ്റ്സുകളുണ്ട്. അതിൽ ഒരു പോയിൻ്റ് എന്ന് പറയണത്, അദ്ദേഹം പറയണത് അച്ഛൻ്റെ ക്ലാസ്സുകളിലെ വാഗ്ദാനം പ്രാപിക്കാനുള്ളതാണല്ലോ ഉടമ്പടി എന്ന് പറയണത്. അപ്പോൾ വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഫസ്റ്റ് ഗഡുവെന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്കടൽ കടക്കുകയാണ്. ചെങ്കടൽ കടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, അത് ആ ചെങ്കടലിലെ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം ഒഴിവായി നമ്മൾ ക്ലീനാകും എന്ന് പറയും. പക്ഷേ എനിക്കിതുവരെ അത് പറ്റിയിട്ടില്ല. അത് സ്വന്തമായിട്ട് പറയണം. എനിക്കിതുവരെ പറ്റിയിട്ടില്ല. മൊത്തം പാപങ്ങൾ പോകുന്ന ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം തന്നെ മതിയാവും ശരിക്കും ദൈവതിരുസന്നിധിയിൽ ഒരു നല്ല മാർക്ക് വീഴാൻ. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഈ പാപം ഒഴിവാക്കുക എന്നുള്ളത് ഒരു വലിയ ആനക്കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ഈ ബൈബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. അതായത് നമ്മളുടെ ഒരു കഴിവിനെ ബൈബിള് അതിൻ്റെ ഒരു പ്രാഥമികമായ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ ഇങ്ങനെ പാപകരമായ എല്ലാ അവസ്ഥകളെയും പരിത്യജിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് ശ്രമിക്കണം. ദാറ്റ്സ് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ശ്രമിച്ചാലും ഇതിൻ്റെയൊക്കെ വരുന്നൊരു വിഷയം എന്ന് പറയണത്, ദൈവം സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കടൽ നമ്മൾ നീന്തി കയറി അടുത്ത കടൽ മൂന്നാമത്തെ തിരക്ക് നമ്മൾ മുങ്ങിപ്പോവും. ഇവിടെ എന്താ വിഷയം എന്ന് പറയുന്നത്? ദൈവം തന്നെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബൈബിളിൽ എപ്പോഴും ഉണ്ടാകും, ഇപ്പോൾ നിങ്ങൾ ഈ പാപകരമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം എന്താ കാര്യം? നിങ്ങൾ പരിശ്രമിക്കുന്നത് മാത്രമല്ല വിഷയം, മറിച്ച് എന്താണ്? അതാണ് ഈശോയുടെ പ്രാർത്ഥനയിൽ ഒരു സംഭവമുണ്ട്, ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് സംഭവം. അപ്പോൾ ദൈവം വിചാരിച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രൊവിഷൻ അവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യണം. കാര്യം ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാൻ ഇപ്പം ചില ബിസിനസ്സുകാർക്ക് ഭയങ്കര അവർക്കറിയാം, അവർ 2-3 പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഗവൺമെൻറ്റിനെ കാണിക്കാൻ ഒരു കാരണം, കൂട്ടുകച്ചവടക്കാരനേക്കാൻ വേറെ പുസ്തകം, കുടുംബക്കാരെ കാണിക്കാൻ വേറെ 3 പുസ്തകമൊക്കെ ഉപയോഗിക്കുക ആൾക്കാർ. എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല, ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കൂട്ടുകച്ചവടക്കാരാണെങ്കിൽ അപ്പോൾ കച്ചവടം നോക്കണ ഒരാളായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർ അതിൻ്റെ അകത്ത് പണം മുടക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി ഒരു പുസ്തകം ഉപയോഗിക്കും. കുടുംബത്തിൽ നിന്ന് ഷെയർ എടുത്തിട്ടായിരിക്കും കുടുംബത്തിന് വേണ്ടിയായിരിക്കും കുടുംബത്തിൻ്റെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ കുടുംബക്കാരെ കാണിക്കാൻ വേണ്ടി വേറെ കണക്കുണ്ടാക്കും, ഇനി ടാക്സുകാരെ കാണിക്കാൻ വേറെ കണക്കുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സുകാരന് രക്ഷപ്പെടാൻ പറ്റത്തില്ലേ? അവൻ എപ്പോഴും ഇതുപോലെ കള്ളക്കണക്കുകൾ എഴുതി പല പുസ്തകങ്ങളുണ്ടാക്കി അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാൽ കർത്താവിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. എപ്പോഴും നീ പ്രൂഡൻ്റ് ആയിരിക്കണം, അത് സംശയമില്ല. നിൻ്റെ കണക്കുകളിലൊക്കെ നീ കാണിക്കേണ്ടത് വിവേകമാണ് കാണിക്കേണ്ടത്, അത് സംശയമില്ല. പക്ഷേ കാര്യം ചില നഷ്ടങ്ങൾ നമുക്ക് കണക്കിൽ പെടുത്താൻ പറ്റത്തില്ല. പിന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ബിസിനസ് ലോകത്ത് അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ഓവർ പ്രാധാന്യം കൊടുത്ത് വിഷമിക്കരുത്. മറിച്ച് നീ എന്താണ്, നിനക്ക് പറ്റുന്നില്ല എങ്കിലേ നീ അത് എൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ പറഞ്ഞിരിക്കണം. അതാണ് ഇത്രയും വലിയ പാടാണെങ്കിൽ അങ്ങനെ വാക്കുണ്ടല്ല അല്ലേ, ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കേൾക്കണില്ലേ? അതായത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ
ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ ഹല്ലേലൂയ. 19:26 എടുത്ത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19:26. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 മത്തായി 19:25-26. ആ ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താ വിഷയം? അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അത് എന്താ കൂടെയാണ്? നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ. ഈ ബൈബിളിൽ ഈ വാക്ക് പലതരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പല പല സ്ഥലങ്ങളിൽ ഇത് തന്നെയാണ് പറയണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നിട്ട് ഇപ്പം നിങ്ങൾ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണെന്ന് പറയുന്നത് അത് തന്നെയാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പാപം, ഇപ്പോൾ റോജൻ്റെ സാക്ഷ്യത്തിൽ തന്നെ ഒരു ദുശ്ശീലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് 10-29 കൊല്ലം ഉണ്ടായിരുന്ന ഒരു ദുശ്ശീലമാണ്, ബാഡ് ഹാബിറ്റ്. ഉടമ്പടി എടുത്തോടുകൂടി മദർ ആ സംഭവം അങ്ങോട്ട് ഏറ്റെടുത്ത്. അതാണ് പക്ഷേ ഇത്രയും ഉടമ്പടി എടുക്കാത്ത സാധാരണ ഒരു നല്ല ക്രിസ്ത്യ ജീവിതമുള്ള കുടുംബമാണിത്, ഉടമ്പടി എടുക്കാതെ. പക്ഷേ സാധാരണ ക്രിസ്ത്യ ജീവിതമുള്ള കുടുംബമാണെങ്കിലും അതിൻ്റെ അകത്ത് എന്താണ്, അവർക്ക് ഈ ബാഡ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ആനക്കാരും ഇവിടെ കാണുന്നില്ല. പക്ഷേ ചിലർക്ക് കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഉടമ്പടിയായപ്പം നമ്മളെ ഈക്വൽ പാർട്ട്ണറല്ലേ ഉടമ്പടിയിലേക്ക് വരണത്. നമ്മൾ ഉടമ്പടിയിലേക്ക് ആരാണ്? ദൈവം ഒരു കക്ഷി, നമ്മളൊരു കക്ഷിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആത്മാർത്ഥമായിട്ടാണ് നിൻ്റെ ഉടമ്പടി പോകണമെങ്കിൽ ദൈവം പറയും, എനിക്ക് പറ്റുന്നൊരു പാർട്ട്ണറായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വചനം ഉണ്ടായിരുന്നു, ദൈവം ആണ് ചില ആൾക്കാരെ മനസ്സിനെ ഇണക്കണമെന്ന്, ഇല്ലേ? അങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നല്ലോ. എടുത്ത വചനം എടുത്തേ. പ്രവർത്തനം 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ ഒന്ന് പറഞ്ഞേ. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ദാവീദിന്റെ അവസ്ഥ അതൊക്കെ കഴിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ദാവീദ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും പിന്നെയും അയാൾ ബലഹീനത അയാളെ വേട്ടയാടും. പക്ഷേ എന്നാ വിഷയം, ഈ മനുഷ്യൻ്റെ അന്തരാളങ്ങളിലെ ദൈവത്തിന് പാപത്തെക്കാളും പാപത്തിൽ നിന്ന് ലഭിക്കുന്ന ലോകസുഖങ്ങളെക്കാളും ദൈവത്തിന് വലിയ പ്രാധാന്യമാണ്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ദാവീദിൻ്റെത്. അയാളുടെ ശാരീരികമായ കുറേ ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും അയാൾ ദൈവത്തെ കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പാപം വന്നു കഴിയുമ്പോൾ പറയും, കർത്താവേ എനിക്ക് എല്ലാം സഹിക്കാം, പക്ഷേ നിൻ്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോണത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതാണ് ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ. അതാണ്, എനിക്ക് എല്ലാം സഹിക്കാം, പക്ഷേ ഇതിൻ്റെ പേരിൽ നിന്നെ എനിക്ക് മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് മിസ് ചെയ്താൽ പിന്നെ ജീവിക്കാൻ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പുള്ളി കണ്ണീരോടെ പറയും, അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്. അത് നമ്മൾ പറയുന്നേക്കാൾ വലിയ അർത്ഥമുള്ള വാക്കാണത്. ദാവീദ് ഉദ്ദേശിച്ചത് ഇന്നും വ്യാഖ്യാനിച്ച് മാറിയിട്ടില്ല. എന്താ കാര്യം? ദാവീദ് ഉദ്ദേശിച്ചത് എന്താ പറയുക? ദാവീദിൻ്റെ ഉദ്ദേശം എന്താ? അതാണ് എല്ലാ ആർഭാടങ്ങളെയും രാജകീയമായ ഔന്നത്യങ്ങളെക്കാൾ വലുതാണ് ദൈവം. അതുകൊണ്ട് എന്ത് ചെയ്ത് അദ്ദേഹം അതെല്ലാം ഊരിക്കളഞ്ഞ്, ഉടുപ്പെല്ലാം, അദ്ദേഹം സ്ഥാനവസ്ത്രങ്ങളെല്ലാം ഊരിക്കളഞ്ഞ് ചാരം പൂശി കട്ടൻ്റെ അടിയിൽ പോയി കമന്ന് കിടന്ന് എന്തൊരു അത് കർത്താവിൻ്റെ അടുത്ത് തൻ്റെ അനുതാപം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ആ എക്സ്പ്രഷൻസ് ഓഫ് കൺട്രീഷൻ ദാവീദിൻ്റെ മാത്രം പ്രോഡക്റ്റാണത്. ദാവീദ് മാത്രം ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിന് സ്ഥാനവസ്ത്രങ്ങൾ ഊരി മാറ്റി
ഭക്ഷണം നിർത്തി, പാനീയങ്ങൾ നിർത്തി, പട്ടിണിയായി ചാരം പൂശി കവന്ന് കിടക്കും. കർത്താവ് കരുണ കാണിക്കുള്ളൂ. അപ്പം ഈ എല്ലാത്തിനേക്കാളും ഉപരി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവമാണ്. ദൈവം ഏതല്ലേ? എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തിന്മയെ നിനക്ക് അതിജീവിക്കാൻ പാടാണെങ്കിൽ, ഞാൻ പലപ്പോഴും കുമ്പസാരക്കൂട്ടി ഇരിക്കുമ്പോൾ കുറേ പാപങ്ങൾ ആൾക്കാർ പറയുമല്ലോ. അപ്പം ഞാൻ ഈ പാപങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ശ്രദ്ധിക്കത്തില്ല. പാപങ്ങൾ ശ്രദ്ധിക്കും, പക്ഷെ ഞാൻ അതിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഒരിക്കലും. ഞാൻ എന്നിട്ട് എന്ത് പറയുമെന്നറിയോ? ഇവരുടെ നന്മ പ്രവൃത്തികളെ ഞാൻ ബൂസ്റ്റ് ചെയ്യും. ഇവരുടെ ജീവിതത്തിലെ നന്മ പ്രവൃത്തികളെ, പാപം അവർക്ക് മോഹിച്ചു കൊടുത്തെങ്കിലും ഞാൻ ഉപദേശിക്കുമ്പോൾ ചെയ്യണത് ഇവരുടെ നന്മ പ്രവൃത്തികൾ. ഇവർ ബേസിക്കായിട്ട് നന്മ പ്രവൃത്തികളുള്ളവരായിരിക്കും. അപ്പം അത് എന്തെല്ലാം ഞാൻ തിരക്കി എടുത്തിട്ട് അത് ബൂസ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ എന്തുമാത്രം നന്മ പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇല്ലേ? രോഗികളെ പോയി കാണുന്നു ഇല്ലേ? രോഗികളുടെ വസ്ത്രം അലക്കുന്നു, അത് വിരിച്ച് തേച്ച് അവരെ കുളിപ്പിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ആൾക്കാർ ചെയ്യണത്. എന്തുമാത്രം ആൾക്കാരാണ് രാവിലെ എഴുന്നേറ്റ് പൊതിച്ചോറും കെട്ടി രോഗികളെ തേടി പോണത്. അപ്പോൾ ഈ നന്മ പ്രവർത്തികളും മനുഷ്യന്മാരിലുണ്ട്. അതിനേക്കാൾ ഇടിവെട്ട് പ്രവർത്തനമാണ് ഉടമ്പടിയിലൂടെ ഈ കർത്താവിനെ കൈമാറുന്നത്, വിശ്വാസം കൈമാറുന്ന വിശ്വാസ പ്രവർത്തനം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് അഭിജിത്ത് കൃഷ്ണൻ എന്നും പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഒരു നാട്ടുമുണ്ട് കൊടുത്ത്, അതും ചേർത്തലക്കാരനാണ്, അടുത്തുള്ള ആളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇടിവെട്ടി സാക്ഷ്യം പറയുമ്പോഴേ. അപ്പോൾ അത് ചേർത്തലക്കാരനാണ്, മറ്റേ ചെത്തി അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ അഭിജിത്ത് കൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, അയാൾ പറയണത് ഞാൻ മെക്കാനിസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഇവന് അത്രയും ഹോംവർക്കൊന്നുമില്ല. അപ്പോൾ ഒരു എൻജിൻ കാണിച്ച്, അപ്പോൾ ഞാൻ ഇത് അഴിക്കാൻ പറഞ്ഞു പരീക്ഷയ്ക്ക്. അവൻ അഴിക്കുന്ന വിധമൊക്കെ എഴുതി വെച്ചും എൻജിനെ ചെന്ന് തൊട്ടിട്ട് ഈ എൻജിൻ ആദ്യം കാണുകയാണ്. അപ്പോൾ അമ്മയോട് വെച്ചു, അമ്മയെ എങ്ങനെയാണ് അഴിക്കണത്? അമ്മയെന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമ്പടിയിൽ, ആളുടമ്പടിയിലാണ്. അതാണ് നമ്മൾ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ നമ്മുടെ ഒരു സഹയാത്രികയായി മാറും. ഉടനെ ഈ അഭിജിത്ത് കൃഷ്ണൻ അമ്മയോട് ചോദിക്കും, അമ്മ ഇത് എങ്ങനെ അഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറയും, നീ അടുത്ത് ചെല്ലാൻ പറയും. അപ്പോൾ ഇവരിന് എൻജിൻ ആദ്യം 2 എൻജിൻ കാണിച്ചിട്ടുണ്ട്. ഒരു എൻജിൻ ഈ ഗ്രീസൊക്കെ പറ്റി കുഴപ്പമായിരിക്കണ എൻജിനാണ്, ഒരു എൻജിൻ നല്ല മിടുക്കനായിട്ട് സ്മാർട്ടായിട്ടിരിക്കുന്ന എൻജിനാണ്. അപ്പോൾ ഇവനെന്നാ ചെയ്ത് കുഴപ്പം പിടിച്ചിരിക്കുന്ന എൻജിൻ്റെ അടുത്ത് ചെന്നുവെച്ചും ഈ ഒരു സാധനത്തെ പിടിച്ച് വലിച്ചപ്പോൾ പിസ്റ്റൺ ഓപ്പണായി. ഉടനെ എക്സാമിനർ വന്നിട്ടും പറഞ്ഞ്, ഈ പിസ്റ്റൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എക്സാമിനർ വിചാരിച്ച് ഇവൻ പിസ്റ്റനെ പിടിച്ച് വലിച്ചപ്പോഴേ അതിൻ്റെ അകത്തുനിന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ഓപ്പറേറ്റായി. അപ്പോൾ ഈ എക്സാമിനർ വിചാരിച്ചിരിക്കുന്നത് ഇവനിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇവനെ അറിയാൻ പല പൊട്ടങ്ങൾക്ക് പോയി ചെയ്തതാണ്. പൊട്ടങ്ങൾക്ക് ചെയ്തതല്ല, അമ്മ ചെയ്യിച്ചതാണ്. അമ്മ കൂടെ നിൽക്കുമ്പോൾ ഇതുപോലെ കുറേ കസരത്തുകൾ നടക്കും. ഇവനാണെങ്കിൽ അമ്മയുമായിട്ട് നല്ല ടൈറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയണത്, ഞാൻ 33 നഗരസഭയിൽ പോയിട്ടുണ്ട് കേരളത്തിൻ്റെ. പാലക്കാട് മുതൽ എല്ലായിടത്തും പോയി പത്രം കൊടുക്കും. ഇതൊക്കെയാണ് ആൾക്കാരുടെ അവസ്ഥ. ഇവരൊക്കെ അമ്മയെന്നൊക്കെ വിളിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഈ വെഞ്ചിനൊക്കെ തുറക്കാതെ വരുന്നത്? എഞ്ചിനൊക്കെ തുറന്നു തരും, ഒരു സംശയമില്ല. അതായത് ഈ യദുകൃഷ്ണൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. യദുകൃഷ്ണനല്ല, അഭിജിത്ത് കൃഷ്ണൻ്റെ. എന്താ വിഷയത്തിൽ അവൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നഗരസഭയിലും, അവൻ്റെ എന്തോ നഗരസഭ ജോലിയുള്ള ആളാണെന്ന് തോന്നുന്നു, അവിടെ എന്തോ ബന്ധമുണ്ടല്ലേ. പിന്നെ നഗരസഭയിൽ പോകേണ്ട, നഗരസഭ നോക്കിയെടുത്തിട്ട് കേരളത്തിലെ മൊത്തം 33 നഗരസഭ ഉണ്ട്. അവിടെ എല്ലായിടത്തും പോയി പത്രം കൊടുത്തിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ പറഞ്ഞു അവനോട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കാൻ, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവനെ കണ്ടിട്ടില്ല. ഒരു ഉടമ്പടിയിലാകുമ്പോൾ മാതാവ് ഇവരുമായിട്ട് റിലേഷനാവും. അപ്പം പിന്നെ അമ്മ ഇവനെ വഴി നടത്തും. ബസ്സിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ നഗരസഭയിലൊക്കെ പോകാൻ വേണ്ടി ബസ്സിന് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇവൻ ബസ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും. അപ്പോഴിവൻ ഈശോയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇങ്ങനെയാണ് ആൾക്കാരെ പ്രേക്ഷിത വേല ചെയ്യണത്. കുറേ കത്തോലിക്കൻ കച്ചവടക്കാർ പിണ്ണാക്കും കൊടുക്കും, അരിയും കൊടുക്കും,
പരിപ്പും കൊടുക്കും, അതിൻ്റെ കൂടെ ഒരു പത്രവും കൊടുക്കും. എങ്ങനെയുണ്ട് പരിപാടി? ഇത് എപ്പോഴും ഓർത്തേക്കണം. എനിക്ക് ഏറ്റവും പേടി കച്ചവടക്കാരുടെയാണ്. എന്താ സംഭവിച്ചത്, വീട്ടിൽ ഒരു കച്ചവടം ഉണ്ടാകും, അവർ പത്രം കൊണ്ട് ഓരോരുത്തും പോകത്തില്ല. എന്താ കാര്യം? ഞങ്ങളുടെ കടയിൽ ആൾ വരുന്നില്ല, ഞങ്ങളുടെ കടയിൽ ആൾ വരുമില്ല, മക്കളിത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടുകയാണ്. നിങ്ങൾ അതിൻ്റെ അത് പിണ്ണാക്കും ചുരുട്ടി കൊടുക്കും, പിണ്ണാക്കും കൊടുക്കും, അരിയും കൊടുക്കും, കപ്പയും കൊടുക്കും, അതിൻ്റെ കൂടെ ഒരു പത്രവും കൊടുക്കും. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അഭിജിത്ത് കൃഷ്ണൻ്റെ കൂടെയാണ് മത്സരിക്കണത്. അതാണ് പ്രശ്നം. അഭിജിത്ത് കൃഷ്ണനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ മത്സരിക്കണമെന്ന് ഓർക്കണം. അപ്പം നീ കടയിൽ നിന്നുകൊണ്ട് വട്ടം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമല്ലല്ലോ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ ഈ എന്നിട്ട് ഈ അഭിജിത്ത് കൃഷ്ണൻ പറയണമെന്ന് വെച്ചാൽ, അയാൾ പറയുന്നതിൻ്റെ കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വിശേഷവിദ്യ നിങ്ങൾ എന്താണ് ചെയ്യണത് എന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശേഷവിദ്യയായി ബസ്സിൽ കയറി പാട്ട് പാടും. ഞാൻ വിശേഷവിദ്യയായി ബസ്സിലുള്ള ആൾക്കാരുടെ സുവിശേഷം പ്രസംഗിക്കും. അത് വിശേഷവിദ്യ എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് കിട്ടിയതാണ്. ചില ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ അബദ്ധം എന്നല്ല, കെണിയെന്ന് പറയുന്നത് എന്താ അറിയാമോ? നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടത്തില്ല. ചില ആൾക്കാർ പകുതി കൂടും, വവ്വാല് കടിച്ചതുപോലെ പകുതി കൂടും. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് അപ്ഡേഷൻസ് കിട്ടുന്നത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്. നിങ്ങൾക്ക് തന്നെ ദൈവമായിട്ട് ഓരോരോ കാലത്തും നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരങ്ങളെല്ലാം പറയണതും വെളിപാട് കിട്ടുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലാണ്. നിങ്ങൾ പ്രബുദ്ധരാകണത് എങ്ങനെയാണ്? ഉടമ്പടി ധ്യാനത്തിലാണ്. ഇപ്പം ചില ആൾക്കാർ 5 പുതുക്കിയ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, 5 പുതുക്കിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം അവർക്ക് ഒരു ഉടമ്പടി എടുത്തതിൻ്റെ പോലും നിലവാരമില്ല. അതിൻ്റെ കാരണം എന്താ? അവർ ഉടമ്പടി ധ്യാനം കൂടത്തില്ല. ദൈവത്തിന് നിങ്ങൾക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ വരുമ്പോൾ എന്താ പറ്റണമെന്ന് അറിയാവോ? നിങ്ങൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വട്ടം കണ്ടിക്കും. എന്താ കാര്യം? നിങ്ങൾ ഇവിടെ വന്ന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി വിളക്ക് തെളിച്ചിട്ടാണ് ആഴ്ചവട്ടമുള്ള ഉടമ്പടി ധ്യാനത്തിൽ കൂടിക്കൊള്ളാമെന്ന് പ്രഖ്യാപിക്കണത്. ആഴ്ചവട്ടമുള്ള ഉടമ്പടി ധ്യാനത്തിൽ കൂടിക്കൊള്ളാമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ ആൾക്കാർ ഉടമ്പടി ധ്യാനം കൂടാതിരിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പം വട്ടം കണ്ടിക്കും. വട്ടം കണ്ടിക്കണമല്ല, ദൈവത്തിനെ പറ്റിച്ചതിന് നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടി വരും. കാര്യം ഉടമ്പടി വളരണത് പ്രബോധനത്തിലൂടെയാണ് വളരണത്. അതിൻ്റെ പ്രബോധനം കിട്ടിയ ആൾക്കാരാണ്, പ്രബോധനം ഫോളോ ചെയ്യുന്നവരാണ് വലിയ സാക്ഷ്യങ്ങൾ പറയുന്നത്. ഈ അഭിജിത്ത് കൃഷ്ണൻ പറഞ്ഞു കേട്ടില്ലേ? ആ വചനം എടുത്ത് 5:46 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. മത്തായി 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താ വിഷയം എന്നാണ് കേട്ടില്ലേ? എന്താണ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം കർത്താവിൻ്റെ മൈൻഡ് സെറ്റിലുള്ള സംഭവം എന്താണ്? വിശേഷവിധിയാണ്. ഈ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് മെറിറ്റോറിയസ് അല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരെ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ. ഈ കടമയുടെ അപ്പുറത്തേക്ക് പോണ സംഭവങ്ങൾ ഇപ്പം അതെടുത്ത് 17:10 എടുത്ത് ലൂക്ക. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ. അപ്പം അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. നമ്മളെ ഇവിടുന്ന് പത്രം കൊടുക്കാൻ പറഞ്ഞു, നിങ്ങൾ പത്രം കൊടുത്തു. രോഗികളെ കാണാൻ പറഞ്ഞു, നിങ്ങൾ രോഗികളെ കണ്ടു. അപ്പോഴും വരുന്ന ചാലഞ്ച് എന്താ വെച്ചാൽ, ഉടമ്പടി വന്ന ചാലഞ്ച് എന്താ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ഈ വിശേഷവിധിയായി ചെയ്യണത് തന്നെയാണ് ഈ അഭിജിത്ത് കൃഷ്ണൻ ബസിലിക്കയിൽ പാടിയിരിക്കുന്നത്. പാടിയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തൊരു തീഷ്ണതയാണ് ശരിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, അതായത് ദൈവസ്നേഹത്തിൽ നിങ്ങൾ എന്താ വിഷയം? ചിലർ ഉടമ്പടിയിലാകുമ്പോൾ അവർ കടുത്ത ദൈവസ്നേഹത്തിലാകും.
ഇപ്പോൾ ഈ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ മോന്തം കെറ്റി പോണ കുറേ ജന്മങ്ങളില്ലേ, അതിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചീഞ്ഞ മടലിനെ അടിച്ചു ഓടിക്കേണ്ടതാണ് കൃപാസനത്തിൽ നിന്ന്. കാര്യം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഉടമ്പടി ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ബസ് കിട്ടുക, വീട്ടിലെത്തുമ്പോൾ താമസിക്കുക എന്ന് പറഞ്ഞൊരു നിലയം പിടിച്ച് പോണ കാണാം. അതായത് എന്താ വിഷയത്തിൽ അവർ ശരിക്കും പിശാച് കൊണ്ടുവരുന്ന ആൾക്കാരാണ് അവർ. എന്താ കാരണം, ദേ ആർ നോട്ട് ഇൻ കവനൻറ്റ്. അവരെന്താ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ വിരട്ടി ഉടമ്പടി എടുത്തിട്ട് അതിൽ നിന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യരുത്. മറിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയണം, ദൈവമായിട്ട് നമുക്ക് അർഹിക്കാത്തൊരു ബന്ധത്തിലേക്ക് വരികയും നമുക്കൊരു പറ്റിയ ബന്ധമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിക്കുക പറയുമ്പോൾ എനിക്ക് 10ാം ക്ലാസ്സേ ഉള്ളൂ, എൻ്റെ വൈഫിന് MA BEd ആണെന്ന് പറയും. എന്താ വെച്ചാൽ നമുക്ക് പറ്റിയൊരു ബന്ധമല്ല, നമുക്ക് പറ്റിയൊരു ബന്ധമല്ല. ഉടമ്പടിയിൽ നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്, നമുക്ക് പറ്റിയൊരു ബന്ധമല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളെന്താ ചെയ്യണത്, ആ ബന്ധം പറ്റിക്കാൻ വേണ്ടി പരമാവധി കഠിനാധ്വാനം ചെയ്യുകയാണ്. ആ ബന്ധം പറ്റിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി കഠിനാധ്വാനം. അപ്പോൾ ദൈവത്തിന് നമ്മുടെ സത്യസന്ധത മനസ്സിലാക്കി. ഇപ്പോൾ ശ്രേയ എന്താ പറയണത്, എനിക്ക് പറ്റിയ പണിയല്ല ഉടമ്പടി, ഞാൻ 5:30 എഴുന്നേക്കത്തില്ല ഒരിക്കലും. 5:30 എഴുന്നേക്കണമെങ്കിൽ പ്രത്യക്ഷ പ്രാർത്ഥന ഞാൻ 5 മണിക്ക് എഴുന്നേക്കണ്ടേ, ഞാൻ 5 മണിക്ക് എഴുന്നേക്കത്തില്ല ഒരിക്കലും. ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ എനിക്ക് പറ്റിയ പണിയല്ല ഇത്. പിന്നെ എന്താണ്, ഞാൻ ഡെയിലി പള്ളിയിൽ പോകത്തില്ല, ഞായറാഴ്ച മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കണില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് ഇവളോട് പറയും, നീ എടുക്കണമെന്ന് നല്ലത് നിനക്കെന്ന് പറയും. കാര്യം നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടി എടുക്കാൻ പറയണത്. അത് നിങ്ങൾ ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളോട് ഉടമ്പടി എടുക്കാൻ വേണ്ടി തോന്നിപ്പിക്കണത്. നിങ്ങൾക്കത് മനസ്സിലാവാത്ത കാരണം നിങ്ങൾ വേറെ എന്ത് ഭാരം എടുത്ത പോലെയാണ് പോണത്. അയ്യോ ഇത് തീർക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, പൂർത്തിയാക്കുമോ, സാറേ. അപ്പോൾ അമ്മ പറയും 90 ദിവസം വരെ അല്ല ഉള്ളു മോളെ എന്ന് പറയും. ഭയങ്കര ആശ്വാസമായിപ്പോയി. ഇങ്ങനെയൊന്നുമല്ല ആശ്വസിപ്പിക്കേണ്ടത്. അത് കാര്യം അമ്മ ഇടിമോളെ നീ ഇതോടുകൂടി ദൈവമായിട്ട് ഐക്യപ്പെട്ട് ഒരു പുതിയ ജീവിതമല്ലേ, അപ്പോൾ ദൈവം തന്നെ നിന്നെ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശ്രേയ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ശ്രേയോട് പറഞ്ഞ്, മോളെ MNCയിലൊക്കെ പോകണമെങ്കിൽ നീ ഉടമ്പടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. MNC എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനിയുടെ ആണ് അവൾ ജോലി, BTech ആണ് അവൾ. അപ്പം മൾട്ടിനാഷണൽ കമ്പനി ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഈ ഗൂഗിൾ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളാണ്, പല കമ്പനികളുണ്ട്, ടയോട്ടയും MNC ആണ്. അപ്പോൾ ഇതുപോലെ ഉള്ള ഈ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ അമ്മ പറയും, നിനക്ക് ഈ MNCയിലൊക്കെ ജോലി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ ഇപ്പോഴത്തെ ഉള്ള കപ്പാസിറ്റി കൊണ്ട് പറ്റത്തില്ല. കാര്യം BTechക്കാർ ചവറ് പോലെ ലോകത്തുണ്ട്. ദെൻ വൈ ഷുഡ് യൂസ് ബി സെലക്റ്റഡ്? നീ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണം? അതുകൊണ്ട് നിനക്കിനി ദൈവത്തിനെ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഉടമ്പടി എടുക്കണമെന്ന് അമ്മ ഉപദേശിക്കും. അപ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൾ അതൊക്കെ മനസ്സിലാകും, അത് കറക്റ്റ് സംഭവമാണെന്ന് മനസ്സിലായി. അമ്മ പറയണ കറക്റ്റാണ്. BTechക്കാർ ഒത്തിരി പേരുണ്ട്. എനിക്ക് MNC ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ക്വാളിറ്റേറ്റീവ് അല്ല, എക്സ്പീരിയൻസ്ഡും അല്ല. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാകും. പിന്നെ എനിക്കങ്ങനെ കിട്ടണത്. അപ്പോൾ നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. കണ്ട, അതാണ് സംഭവം വരുന്നത്. നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ശ്രേയ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കും. എന്താണ്, അവൾ ഇതിൻ്റെ ഒരു ട്രയൽ എടുക്കും. ട്രയൽ റണ്ണപ്പോൾ പറഞ്ഞു, ഞാൻ പണ്ട് ഒരു ഇടവക ഇരുന്നപ്പോൾ അവിടെ ബസ് സർവീസ് ഇല്ല. ആ ബസ് സർവീസിന് വേണ്ടി 2.5 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് അവസാനം ബസ് സ്വന്തമായിട്ട് ഒരാളെ കൊണ്ട് മേടിപ്പിച്ചിട്ടാണ് സർവീസ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിക്ക് മുമ്പ് ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് ട്രയൽ റൺ എടുക്കും. ട്രയൽ റൺ ആ റോഡിൽ കൂടി ബസ് ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്, ബമ്പുണ്ടാ ഹമ്പുണ്ടാ എന്നൊക്കെ കുറച്ച് വെച്ച് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്. ഇതുപോലെ ഉടമ്പടിക്ക് ഈ ശ്രേയ ഒരു ട്രയൽ റൺ എടുക്കും. എന്താ കാര്യം, ഉടമ്പടി എടുക്കാതെ തന്നെ ഒരു 3 മാസത്തേക്ക് ഉടമ്പടിയിലാണെന്നും പറഞ്ഞ് ജീവിക്കും. അതൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെയാണ് ആൾക്കാർ പോണത്. ഭയങ്കര രസമാണ്. ഉടമ്പടി ട്രയൽ റൺ എടുക്കുകയാണ്. അപ്പോൾ എന്ത് അല്ലാതെ നാത്തം പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് എന്നാൽ ഞാൻ ഇനിയിപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും എടുത്ത് ഇനിയിപ്പോൾ ഞാനായിട്ട് എടുക്കാതിരിക്കണമെന്ന് പറഞ്ഞ് വന്ന് എടുക്കണ ആൾക്കാരും ഉണ്ട്. ഉടമ്പടി ഞങ്ങളുടെ അയൽവാസികളെല്ലാവരും എടുത്തിട്ടുണ്ട് ഉടമ്പടി. എന്ത് സ്വന്തമാണെന്ന് അറിയാൻ പാടില്ല. എന്നാൽ ഇനി ഞാനായിട്ട് എടുക്കാതിരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരും വന്നെടുക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് ഉടമ്പടിക്കാരും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രയൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ദൈവം കാണുന്നില്ലേ മക്കളെ? നമ്മുടെ സത്യസന്ധത ദൈവം കാണുന്നുണ്ട്. അതാണ് വിഷയം.
ശ്രേയ 3 മാസം ഡെയിലി ഉടമ്പടി എടുക്കാതെ തന്നെ പള്ളിയിൽ പോയി നോക്കി, ഇത് ബുക്കോ ഇല്ല എന്നറിയാൻ വേണ്ടി. 3 മാസത്തോളം 5 മണിക്ക് എഴുന്നേക്കാൻ നോക്കി. എന്നിട്ട് അതെല്ലാം മാസ്റ്ററിയായി. അതെല്ലാം തനിക്ക് പറ്റുമെന്ന രീതിയിൽ അതിനെ കീഴടക്കി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തനിക്കിത് ഓക്കെ ആവുമെന്ന് കണ്ടപ്പോൾ ഇവൾ വന്ന് ഉടമ്പടി എടുത്ത്. ഇങ്ങനെയൊക്കെ ഉടമ്പടി എടുക്കുമ്പോഴാണ് ഗുണമെന്ന് പറയണത്. ദൈവത്തിന് ഞാൻ ദൈവമായിട്ട് എത്രയോ വർഷങ്ങളായി ജീവിക്കണതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, സത്യമായിരിക്കണം മക്കളെ, സത്യമായിരിക്കണം. കാര്യം ദൈവത്തിന് ചില കമ്പ്യൂട്ടർ പോലെയാണ്. ഇപ്പോൾ 10 തരം കമ്പ്യൂട്ടറൊക്കെ ഇല്ലേ, എന്നുവെച്ചാൽ അവർക്ക് ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ ആവും. അപ്പോൾ അതൊക്കെ മനസ്സിലാകും, ഇത് എററാണ് വന്നിരിക്കണമെന്ന് മനസ്സിലാകും. അടിച്ചു കയറ്റിക്കുന്ന എററാണ്. കമ്പ്യൂട്ടർ അത് അക്സെപ്റ്റ് ചെയ്തില്ല എറർ. അതുപോലെ തന്നെയാണ് ദൈവവും. സത്യകേടായിട്ടൊരു സാധനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈശോ തന്നെ വന്നപ്പോൾ വെളിപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം എന്താ പറഞ്ഞത്? ഐ ആം ദ ട്രൂത്ത്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വചനം. എന്താണ്? ഞാൻ സത്യമാണെന്ന്. ഐ ആം ദ ട്രൂത്ത്. ഇത് നമ്മളെ കേൾക്കുന്നവന് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. ഇത് ഇത്തിരി കള്ളത്തരം കാണിച്ചാൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആവും ഈ സംഭവം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങേ വേണ്ട വിധം അറിയാതിരുന്ന കാലത്ത് എന്റെ കയ്യിൽ നിന്ന് സത്യകേടായിട്ടുള്ള കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. കർത്താവേ, സത്യത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ നിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സത്യത്തിലും വിശുദ്ധിയിലും സംസാരിക്കാൻ നിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയും മാത്തമാറ്റിക്കലായിട്ടും സത്യസന്ധമായിട്ടും ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകത, ഈ ആള് പരിശുദ്ധാത്മാവിനെ ഇൻസ്പിരിറ്റഡ് ആവും. ദൈവം നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയും. അതാണ് നമ്മൾ ഉടമ്പടി സത്യസന്ധരാണെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. കർത്താവ് അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, എന്തും ചോദിക്കാവുന്ന. ടെക്തപ്പെടെ 15:7 ആയിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇത് കർത്താവിന്റെ വാഗ്ദാനമാണിത്. എന്താണ്? എൻ്റെ വാക്ക് നിങ്ങൾ നിലനിന്നാൽ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്കത് ലഭിക്കും. ഈശോയാണ് പറഞ്ഞത്, സത്യമായ ഈശോയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സത്യമാണത്. അപ്പം ശ്രേയ എന്താ ഇഷ്ടമുള്ള എന്നോട് ചോദിച്ചു ഒരു കാര്യം. ആൾക്കാരെ വന്നപ്പോൾ അവൾ MNC 2 ആപ്ലിക്കേഷൻ വിട്ടിട്ട് എന്നോട് ചോദിച്ചു. എന്നെ കാണാൻ വന്നപ്പോൾ ചോദിച്ചു, ആൾക്കാരെ ചോദിച്ചു, എൻ്റെ പ്രൊസീജിയർ ശരിയാണോ അച്ഛാന്ന് ചോദിച്ചു. എൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ ഈ ഓപ്ഷൻസ് ശരിയാണോ എന്ന് ചോദിച്ചു. കാര്യം ഞാൻ ഈ കമ്പനി കൊടുത്താൽ എനിക്ക് കിട്ടുമെന്നാണ് ചോദിക്കണം. എൻ്റെ അർത്ഥം ഇതൊരു അമേരിക്കൻ കമ്പനിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇവരെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതും ആ കമ്പനി വർക്ക് ചെയ്യുന്നതായിട്ടുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും അതിൻ്റെ ഇവർ തസ്തികയിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവരാണെങ്കിൽ BTech ഫ്രഷ് ഹാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് മെറിറ്റില്ല ശരിക്കും. പക്ഷേ ഇവർക്ക് മനസ്സിൽ പരിശുദ്ധാത്മാവ് MNCക്ക് വെക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ നടക്കേണ്ട വഴി നമ്മുടെ മുഖത്ത് നോക്കി ദൈവം ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഏത് കമ്പനി അപേക്ഷിക്കണം, എപ്പോൾ അപേക്ഷിക്കണം, എല്ലാം ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ കാര്യവും അങ്ങനെയാണ്. അതായത് ഞാനിപ്പം നിങ്ങളോട് ഇത്രയും വളരെ എളിമയോടെ സംസാരിക്കുന്നത്, നിങ്ങൾ കുറച്ചെങ്കിലും ആത്മാർത്ഥത നിങ്ങളിതിൻ്റെ നിന്ന് കാണിച്ചിട്ട് ദൈവദൃശ്യന് ഉടമ്പടിക്ക് കങ്കറൻസ് മേടിച്ചെടുക്കാൻ നോക്കണം. കാരണം നിങ്ങളുടെ ഉടമ്പടി കണ്ടാൽ ഗ്രീൻ ഉടമ്പടിയായിട്ട് ദൈവത്തിന് തോന്നണം. ഇപ്പം ട്രാഫിക് ലൈറ്റ് ഇല്ലേ,
മഞ്ഞ ലൈറ്റ് ഉണ്ടാവും, റെഡ് ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഗ്രീൻ ലൈറ്റ് ഉണ്ടാകും. ഗ്രീൻ ലൈറ്റ് ഉണ്ടാകും പ്രൊസീഡ് ചെയ്യാമെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ഉടമ്പടിയിൽ ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടണം ശരിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ദൈവ ചിന്തയോടുകൂടി വേണം, ദൈവം നമ്മുടെ കൂടെയുണ്ട്, അമ്മ നമ്മുടെ കുടുംബത്തിൽ താമസിക്കുകയാണ് എന്നുള്ള ബോധത്തിൽ വേണം ഈ വിഷയങ്ങളെല്ലാം മൂവ് ചെയ്യാൻ. അപ്പോൾ എന്ത് വിഷയം എന്ന് വെച്ചാൽ, ഇവരങ്ങനെ അവർ ആ രീതിയിൽ ഇപ്പോൾ ഇവർ എന്താ ചെയ്തിരിക്കണത്, ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവർ ട്രയൽ ഉടമ്പടി എടുത്ത് അത് തനിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ആണ് അവർ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിന് മനസ്സിലായെന്നാണ് ഏറ്റവും വലിയ രസം. അവർ സത്യസന്ധമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്, ദൈവത്തിന് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ MNC ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുണ്ട്, ഓക്കെയാണ് അച്ഛാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം പറയാമെന്ന് പറയും. എല്ലാവരോടും ഞാൻ അങ്ങനെ പറയത്തില്ല, ഇപ്പം പറയാമെന്ന് നമുക്ക് തോന്നത്തില്ല. അപ്പം ഈ പ്രാർത്ഥന കഴിയട്ടെ, ഈ 90 ദിവസം കഴിയട്ടെ, നമുക്ക് നീ മെസ്സേജ് ആദ്യമേ നീ വരുമ്പോൾ എന്നോട് പറയണം, മെസ്സേജ് വേണമെന്ന് പറയണമെന്ന് പറയും. ചിലരോട് അങ്ങനെയാണ് പറയണത്. ഞാൻ പറഞ്ഞു, ഇവരോട് പറഞ്ഞു ഇപ്പം പറയാമെന്ന് പറഞ്ഞു. എനിക്ക് കൊച്ചിനെ അറിയത്തില്ല, പേരും അറിയത്തില്ല, ഇപ്പോഴല്ലേ ഈ സാക്ഷിയൊക്കെ പറയണത്. അപ്പോൾ ഞാൻ അപ്പം അന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പം പറയാമെന്ന് പറഞ്ഞു. കാര്യം വെച്ചാൽ ആ ആളെ ദൈവത്തിനറിയാം. അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൾ ഗ്രീൻ ചാനലിൽ പോവുകയാണ് ഉടമ്പടിയുടെ, അതുകൊണ്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഉടനെ വന്ന് അമ്മയെടുത്ത് തലവെച്ച് അഡ്ഹിയർ ചെയ്തു. അതിനുശേഷം മധ്യസ്ഥം വഹിച്ച ഈശോൻ്റെ അടുത്ത് പോയി കാലേ വീണ് എല്ലാം സമർപ്പിച്ചതിന് ശേഷം അപ്പം എൻ്റെ മനസ്സിൽ ഈശോ ഒരു നമ്പർ തന്നു. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞ്, മോളെ നീ ഒരു നമ്പർ വിചാരിക്കുക, എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവളൊരു നമ്പർ വിചാരിച്ച്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, ഇത് 14 എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണു പിടിച്ച് പോയി, ശരിയാണ് 14ആണത്. അതിനൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 14. അപ്പോൾ ഇതിന് കൺകറൻസ് ഉണ്ടോയെന്നാണ് ഇവൾ ചോദിക്കണത്. ഇതിന് കൺകറൻസ് ഉണ്ടോ, ഈ MNC-യുമായിട്ട് പ്രൊസീഡ് ചെയ്യാമോ, അത് ഞാൻ പെട്ടുപോകുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് പ്രൊസീഡ് ചെയ്യാം, നിനക്ക് പ്രൊസീഡ് ചെയ്യാം. എത്ര കൊലകൊമ്പന്മാർ വന്നാലും അമ്മ ഈ ജോലി നിനക്ക് തരും. അതാണ് വിഷയം. അതിൻ്റെ വിഷയം അതാണ്. കാര്യം അമ്മ ഇവിടെ ഈ വിഷയം ഏറ്റെടുത്തായിട്ട് മനസ്സിലായല്ലോ, ഇപ്പോൾ കൺകറൻസ് ആയല്ലോ. കാര്യം കുഞ്ഞിൻ്റെ മനസ്സിൽ എന്ത് നമ്പറാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ, അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എനിക്കറിയാവുന്നത് കൊണ്ട്, നേരത്തെ അത് എന്നോട് പറഞ്ഞതുകൊണ്ട്, കർത്താവ് അത് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ കൺകറൻ്റായി. അത്രയും ഒബ്ജക്റ്റീവാണ് മെസ്സേജ് എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയണത്, പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളും MNC-യുടെ ഇൻ്റർവ്യൂകളെല്ലാം വരണത് 14-ാം തീയതിയാണ്. അതാണ് വിഷയം. അതാണ് 14 എന്ന് പറയണത്. പിന്നീട് MNC-യുടെ ഇൻ്റർവ്യൂ എല്ലാം വരണത് ഈ 14-ാം തീയതി, ഓരോ 14, മെയ് 14, ജൂൺ 14 അങ്ങനെ വരുന്നത്. അപ്പം അത്രയും പെർഫെക്റ്റായിട്ടാണ് ദൈവം ഡീല് ചെയ്യാനാണ് ആൾക്കാരോട് ഡീൽ ചെയ്യണത്. നിങ്ങളോട് ഡീൽ അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. സത്യസന്ധതയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കത്തോലിക്കന് വരുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ, കത്തോലിക്കൻ്റെ വീട്ടിൽ 16 കിലോ പുസ്തകം ഇരിപ്പുണ്ട്. അതാണ് എൻ്റെ കുഴപ്പം. കാണുന്ന ധ്യാനകേന്ദ്രത്തിലൊക്കെ പോകും, കാണുന്ന പാട്ടുന്ന നൊവേന പാട്ടിലൊക്കെ പോകും. നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ, പക്ഷെ ഉടമ്പടി നിങ്ങൾ എടുക്കരുത്. ദാറ്റ് ഈസ് മൈ സ്റ്റാൻഡ്. നിങ്ങൾക്ക് പരിഹരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്ന നൊവേനക്ക് മുഴുവൻ പോകും, കാണുന്ന ധ്യാനകേന്ദ്രങ്ങളെല്ലാം പോകും. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണം. കാര്യം ഞങ്ങൾ അവിടെ എല്ലാം നടക്കുന്ന ശുശ്രൂഷ, ദൈവ ശുശ്രൂഷ തന്നെ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഷുഡ് നോട്ട് ഡു ഇറ്റ്. കാര്യം ഉടമ്പടി എടുത്താൽ അത് വേറെ റിലേഷനാണ്. അതിങ്ങനെ ധ്യാനം കേൾക്കുന്ന പോലെയും രോഗശാന്തി പ്രാർത്ഥന കൂടുന്ന പോലെയും അല്ല. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് ദൈവമായിട്ടുള്ള നിലപാട്, നമ്മുടെ സമീപനം ഒക്കെ എല്ലാം കവനന്റ് ബേസാണ്. അതുകൊണ്ട് ചില ആൾക്കാർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും, ഇത് കവനന്റ് ബേസാണ് പോണത്. അപ്പം ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട്. ഐ ഷുഡ് വെയിറ്റ്. പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളോട് പറയും. പിന്നെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തകർച്ച, നിങ്ങളുടെ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു തകർച്ച വരാനും പറ്റുകയാണെങ്കിൽ അമ്മ സമ്മതിക്കത്തില്ല. കാര്യം എന്താ, അമ്മ നിങ്ങളുടെ കുടുംബാംഗം പോലെ വീട്ടിൽ ജീവിക്കല്ലേ. അപ്പോൾ ആ കുടുംബം തകരാൻ ദൈവം അനുവദിക്കുക. ഈ റോജൻ തന്നെ കാണിച്ചിരിക്കണം എന്താ, റോജൻ്റെ ബിസിനസ്സൊക്കെ കുറച്ച് ഫ്ലറിഷ് ചെയ്തപ്പോൾ റോജനും വൈഫും അമ്മയും കൂടിയൊക്കെ വിചാരിച്ച് നമുക്കൊരു വീട്, നമ്മുടെ പഴയ വീടല്ലേ, നമുക്കൊരു വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു.
ഒരു വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഒരു കൊല്ലം മുഴുവനും വീട് ചെയ്യാനുള്ള വീടിൻ്റെ സ്കെച്ച് പ്ലാനും ഉണ്ടാക്കി, എൻജിനീയറെ കണ്ടു, അതിന് മുനിസിപ്പാലിറ്റി പോയി കൺകറൻസ് മേടിച്ചു, അവർ മുന്നോട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ എന്തോ ഒരു കുഴപ്പം. റോജിന് പൈസ ഉണ്ട്, പ്ലാൻ പാസ്സായി, നഗരസഭ അംഗീകരിച്ചു, പക്ഷേ അമ്മ മുന്നോട്ട് പോകാൻ പച്ചക്കൊടി കാണിക്കണില്ല. അതാണ് വിഷയം. അത് അമ്മ ഉണ്ടെങ്കിൽ നീ തകരാൻ അനുവദിക്കത്തില്ല ഒരിക്കലും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ റോജിന് മനസ്സിലായി ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ബിസിനസ്സിൽ നിന്ന് എടുത്ത് മറിച്ചാൽ ബിസിനസ് നാളെ ഡൗൺ ആകും. കാര്യം ബിസിനസ്സുകാർക്കുണ്ടാകുന്ന പ്രശ്നം അവർക്ക് ലിക്വിഡ് എമൗണ്ട് എപ്പോഴും അവിടെ കയ്യിലുണ്ടാകണം. ലിക്വിഡ് എമൗണ്ടും പിന്നെ എടുത്ത് മറിക്കാൻ പറ്റുന്ന വളരെ മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടി എപ്പോഴും ബിസിനസ്സുകാരുടെ കയ്യിലേക്ക് കരുതൽ ദ്രവ്യം പോലും ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് ചിലയിടത്ത് കൊടുത്ത് ചില സാധനം വാങ്ങിച്ചിട്ട് ചില സമയത്ത് മറിച്ച് കൊടുത്താൽ കിട്ടാവുന്ന ലാഭം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നീക്കുപോക്കുകളുള്ള കാരണം അമ്മ ഈ വിഷയം ബ്ലോക്ക് ചെയ്യും. കുടുംബം ഉണ്ടാക്കുക എന്നുള്ള വിഷയം ബ്ലോക്ക് ചെയ്യും. അതുപോലെ നിൻ്റെ ഇത്രയും പണം, ലക്ഷക്കണക്കിന് രൂപയുടെ പണമാണ് എടുത്ത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അത് ഡെഡ് മണി ആയിട്ട് പോവുകയാണ്. ഇത് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് വെച്ചും ഇവരെല്ലാവരും കൂടി ഇരുന്ന് അമ്മയും ഭാര്യയും പല വീടുകളും പോയി കണ്ട് ഇവർക്ക് ഒക്കണില്ല. അമ്മയും ഭാര്യയും അവസാനം തോറ്റ് തന്നത്തായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ മൂന്നുപേരും കൂടി ഇരുന്ന്, അതാണ് മൂന്നുപേരും കൂടി ഉടമ്പടിക്കാനുള്ള ഗുണം അതാണ്. അവർ മൂന്നുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയും നിങ്ങളുടെ ഈ വീട് തന്നെ പൊളിച്ച് അതിനെ മോഡിഫൈ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയും. ഇതോടുകൂടി അതാണ് ഈ റോജൻ പറയണതേ, എൻ്റെ തോട്ട് പ്രോസസ്സ് തന്നെ മാറിപ്പോയെന്ന്, ഞാൻ ചിന്തിക്കണ വിധം തന്നെ മാറിപ്പോയെന്ന്. അമ്മ ഇതെല്ലാം ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും എല്ലാം കൃത്യമായിട്ട് ചേഞ്ച് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കുകയും ചെയ്യും. എന്നിട്ട് ഈ വീട് വെക്കാൻ നേരത്ത് ഈ വീട് മോഡിഫൈ ചെയ്തതിന് ശേഷം ഈ വീട് ചില മുറികൾ മാറ്റി ചിലത് ആഡ് ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് മാറ്റി എക്സ്ട്രാ എക്സ്റ്റൻഷൻ എടുത്തൊക്കെ വരുമ്പോൾ അതായത് ഇവർ വെക്കാൻ പോയ വീടിനേക്കാളും അതിമനോഹരമായൊരു വീട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ അതായത് ഒരു 50 ലക്ഷം രൂപയുടെ ലാഭമെങ്കിലും ഉണ്ട്. 50 ലക്ഷം പുതിയ സംവിധാനത്തിന് 50 ലക്ഷം രൂപയുടെ ലാഭമുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ലാഭം വന്ന വഴികളല്ലേ. ദൈവം നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ ആക്രാന്തം കൊണ്ടും നാട്ടുകാർ പറഞ്ഞത് കൊണ്ടും കൂട്ടുകാർ സമ്മർദ്ദം ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഓരോ സ്ഥലത്ത് പോയി തലവെച്ച് കൊടുക്കും. എന്നിട്ട് നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടാകും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ലാഭങ്ങൾ കുറച്ച്, ചില ആൾക്കാരുടെ ലാഭങ്ങൾ കുറക്കും. ലാഭം കുറക്കുമ്പോൾ എന്ത് പറ്റും? കള്ളത്തരം കുറയും. ബിസിനസ്സുകാരൻ ലാഭമാണല്ലോ അവന് കള്ളത്തരെല്ലാം ഉണ്ടാക്കാൻ കാര്യം. അപ്പം ലാഭം കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ കള്ളത്തരം കുറയും. അപ്പം ദൈവം എന്ത് ചെയ്യും? ദൈവം മറുപുറകെ കൂടി അവന് കിട്ടാനുള്ള കാശ് കൊടുക്കും. അവനെ സന്ധിക്കും ദൈവം. ഇപ്പം ഈ 50 ലക്ഷം രൂപ പോകേണ്ടതല്ലേ? എന്തൊരു സന്തോഷമാണ് അവർ ആ വീട്ടിൽ കയറി താമസിക്കണത്. അപ്പം നല്ല വീടും കിട്ടി, പുതിയ വീട് പോലെ ഇരിക്കണേ, 50 ലക്ഷം രൂപ ലാഭവും. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എല്ലാം മോണിറ്റർ ചെയ്യണത് ഉടമ്പടി വരുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഒരു രീതി കൊണ്ടുവന്ന് വെക്കണം. ദൈവത്തിൻ്റെ രീതിയിൽ അല്ല. നിങ്ങൾ ചെയ്യണത് നിങ്ങൾ പല ആൾക്കാരും ഉടമ്പടിയും ജീവിതവുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ചുമ്മാ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചൊല്ലി ജപ്തി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് നോൺസെൻസ്, അട്ടർ നോൺസെൻസ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഒരു സംഭവം അല്ല ഇത്. അത് നിങ്ങളിപ്പം നൊവേനയും തീർത്ഥയാത്രയൊക്കെ നടത്തും. ചില ആൾക്കാർ തീർത്ഥയാത്രയൊക്കെ ആർക്ക് വേണം നടത്താം, ഒരു പ്രശ്നമൊന്നുമില്ല, അത് എപ്പോൾ വേണമെങ്കിൽ നടത്താം. പക്ഷെ നിങ്ങളെപ്പോഴും തീർത്ഥയാത്ര നടത്തുമ്പോഴും ആ ഉടമ്പടി ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ ആ പ്രത്യക്ഷകനെ തീർത്ഥയാത്രയൊക്കെ പോവുകയാണ്, മാതാവിൻ്റെ അടുത്തല്ലേ പോകണത്, വേളാങ്കണ്ണിയിലല്ലേ പോകണതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പക്ഷേ പ്രത്യക്ഷ പ്രാർത്ഥന എടുത്തല്ലേ. ഈ പേപ്പട്ടിയാണ് ഈ സാധനം, ബോധമില്ലാത്തൊരു പേപ്പട്ടിയാണിത്. ഇവർ ഉടമ്പടി എടുക്കാൻ പാടില്ല. ഇവർ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിലുള്ളവർക്ക് ബ്രേക്കില്ല. അവരെവിടെയായാലും എന്തിനു പോയാലും അത് വേറെയാണ്. അത് ഉടമ്പടി പോലെ തന്നെ പോകണം.
അപ്പം ചില ആൾക്കാർക്ക് നല്ല കർക്കശമായിട്ടേ അവർ ചെയ്യത്തുള്ളൂ, ഉടമ്പടികളെല്ലാം കർക്കശമായിട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ദൈവത്തിന് അതെന്നെ അറിയാം. അപ്പം ദൈവത്തിന് അറിയാവുന്ന അങ്ങനെയുള്ള ആൾക്കാർ അറിയണത് കൊണ്ടാണ് ഈ ഇവർ പോലൊക്കെ ഈ ശ്രേയെ പോലെ ആൾക്കാർ വരുമ്പോൾ അവർ ഇൻട്രാക്ട് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വചനം ഞാൻ ഡെയിലി ബ്രെഡിൽ ഇരിക്കുമ്പോൾ കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൽ യോഹന്നാൻ 6:6 ഒന്നെടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:6 യോഹന്നാൻ 6:6 എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് പീലിപ്പോസ് വന്ന് ആൾക്കാരെ കാണുമ്പോൾ സന്ധ്യയാകുമ്പോൾ പീലിപ്പോസ് പറയും, ഇവരൊക്കെ പറഞ്ഞു വിടുന്നില്ലേ, ഇവർക്ക് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാണ് ചോദിക്കുമ്പോൾ പീലിപ്പോസിന് കൊടുക്കുന്ന മറുപടിയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഈശോ അവനെ പരീക്ഷിക്കാൻ വേണ്ടി പറയും. പക്ഷേ എന്നിട്ട് യോഹന്നാൻ 6:6 എന്താ പറയണത്? എന്ത് പരീക്ഷിക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യണമെന്നുള്ളത് ഈശോ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നേരത്തെ ഒരു കരുതലുണ്ട്. അതെപ്പോഴും ഓർത്തേക്കണം. നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം, എവിടെ കല്യാണം കഴിക്കണം, എവിടെ എന്ത് ജോലി ചെയ്യണം, എല്ലാ വിഷയത്തെക്കുറിച്ചും ഈശോയ്ക്ക് ഒരു കരുതലുണ്ട്. നമ്മൾ ഉടമ്പടി എന്ന് പറയണത് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള കരുതൽ വെളിവാക്കി വചനത്തെ മാംസമാക്കി എടുക്കുന്നൊരു നടപടിയാണ്. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് കരുതലുണ്ട്, എല്ലാവരെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ നിങ്ങളെ ഉടമ്പടി പറയാത്തൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യം. എന്നുവെച്ചാൽ ഞങ്ങൾ മണിക്കൂറുകളോളം കർത്താവിൻ്റെ തിരുസന്നിധി ഇരിക്കും. കാര്യം അതെന്ന് പറയണത് നമ്മൾ ഉടമ്പടി ചേർക്കേണ്ട ഒരു ഭാഗമാണത്. അരമണിക്കൂർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കണം. നമ്മൾ കുർബാന കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി വീടി പോരുത്. അത് ഇറച്ചി മേടിക്കാൻ പോകുന്ന ആൾക്കാർ അങ്ങനെ പോണത്. നിങ്ങൾ പോരുത്, നിങ്ങളവിടെ ഇരിക്കണം. ദിവ്യകുർബാനയുടെ അടുത്ത് ഇരിക്കുക എന്ന് പറയുമ്പോഴല്ല, അത് ഒരു സത്യസന്ധമായ ഇരിപ്പാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവിടെ വെച്ച് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. കാര്യം നീ ഉടമ്പടിയിലാണ്. നീ ഉടമ്പടിയിൽ ആയത് കാരണം നീ ദിവ്യകുർബാനയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഈശോ അടുത്തുണ്ടെങ്കിൽ അമ്മ അപ്പം തന്നെ കാനായിൽ അതല്ലേ സംഭവിക്കണത്. കാനായിൽ എന്താ സംഭവിക്കണത്? ഈശോ അടുത്തുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിനൊരു അവശത വന്നപ്പോൾ അമ്മ ഉടനെ ഈശോൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യണത്. നീ ദിവ്യകുർബാന ഇരുന്ന് നോക്കിയേ. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അമ്മ നിനക്ക് വേണ്ടി ഉടനെ മധ്യസ്ഥം വഹിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ ദിവ്യകുർബാനയിൽ വരുമ്പോൾ നിന്റെ കൂടെ ഇരിക്കാൻ അമ്മയുടെ മധ്യസ്ഥത്തിന് ഏറ്റവും യോഗ്യമായ ഈ സമയം തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവ്യകുർബാനയെ സന്ദർശിച്ച് ആരാധിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം മക്കളെ, ഇതൊരു അനോയിൻറ്റിങ് ആണ് കേട്ടോ. ആരാധന ഇരിക്കുക എന്ന് പറയുന്നത് ഒരു അനോയിൻറ്റിങ് ആണ്. അത് പെട്ടെന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കുറേ ആഗ്രഹിക്കണം. ഈ അഭിഷേകവും ആഗ്രഹവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. കുറേ ആഗ്രഹിച്ച് കഴിയുമ്പോൾ പതുക്കെ ആദ്യം 10 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ്, പിന്നെ 20 മിനിറ്റ് കർത്താവ് അത് നിങ്ങൾക്ക് അഭിഷേകം തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പെട്ടെന്ന് പോരാൻ തോന്നും. അതിപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരംഭക്കാർക്ക് മാത്രമേ ഇത്തിരി പ്രശ്നമുള്ളൂ. ആരംഭക്കാർക്ക് ഇത്തിരി പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എനിക്കൊരു അരമണിക്കൂർ നിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കാൻ എന്നെ സഹായിക്കണേ. എന്തിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരം മൊത്തം കർത്താവ് ഏറ്റെടുക്കും.
ആവശ്യമില്ലാത്ത ചിന്തിപ്പിക്കത്തില്ല, നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത ചെയ്യിക്കത്തില്ല. കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും പല കാര്യങ്ങൾ ചെയ്ത് പരക്കം പാഞ്ഞ് സമയവും പോയി ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ല. ആൾക്കാർ എന്തുമാത്രം സമയമാണ് വേസ്റ്റ് ചെയ്യണത്. അപ്പം അങ്ങനെ വേസ്റ്റ് ചെയ്യരുത്. കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. അത് പ്രോപ്പർ ടൈമിലും പ്രോപ്പർ പ്ലേസിനും പ്രോപ്പർ ടൈമിലൊക്കെ നമ്മളെ കർത്താവ് സെറ്റ് ചെയ്തെടുക്കുക വരും. അപ്പം അതൊരു വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് കർത്താവിനെ ദിവ്യകുർബാന ഇരിക്കുമ്പോൾ മാതാവിന് മധ്യസ്ഥം വഹിക്കാൻ കാനായിലെ കല്യാണത്തതുപോലെ തന്നെ എളുപ്പമായൊരു അന്തരീക്ഷമാണത്. അതാണ് ഞാൻ ദിവ്യകുർബാനയെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. അതാണ് മാതാവിന് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ദിവ്യകുർബാന ഇരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ആ സംഭവത്തിന് തീരുമാനം വരാൻ പോണത്. അപ്പം അതുകൊണ്ട് ലൈഫിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കണം. കാര്യം നമ്മൾ ഒരിക്കലും നമുക്ക് ഇപ്പം നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് പരക്കം പാഞ്ഞ് അവരെ കാണണം ഇവരെ കാണണം. നിങ്ങൾ കാണുന്ന പല ആൾക്കാർ ഇപ്പം നോക്കിയേ, ഞാനിപ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളവർ മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള അധികാരികളൊക്കെ വരുമ്പോൾ അവരെ കാണും. രാഷ്ട്രീയ അധികാരികളൊക്കെ വരുമ്പോൾ നമ്മൾ പൗരനായതുകൊണ്ടും ഇത് ഭൗതികമായ ഒരു വശം ഈ സ്ഥാപനത്തിൻ്റെ റണ്ണിങ്ങിലുള്ളത് കൊണ്ടും രാഷ്ട്രീയ അധികാരികളൊക്കെ വരികയാണെങ്കിൽ അവരെ കാണും. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ലൂസ് ടോക്കിന് സൗഹൃദം പുലർത്താൻ അങ്ങനെ ഒന്നും ഒരിക്കലും സമയമില്ലതിന്. ആവശ്യക്കാരനെ സഹായിക്കുക, അതാണ് വിഷയം. അതറിഞ്ഞാൽ സഹായിക്കുക. അതിപ്പോൾ ഞാൻ സഹായിക്കേണ്ട കാര്യമില്ല, ഓഫീസിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് സഹായിച്ചോളാൻ. അപ്പം പക്ഷെ അങ്ങനെ അതേസമയം തന്നെ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, നിങ്ങൾ ഇതുപോലെ റിലേഷൻസ് ഒന്ന് നോക്കണം. ബേസ് ടോക്ക് അവസാനിപ്പിക്കണം. ചുമ്മാ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ കണാകുണാക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ. നിങ്ങളൊന്ന് രണ്ടാമത് ആ പറഞ്ഞ സാധനം ഒന്ന് റെക്കോർഡ് ചെയ്തൊന്ന് കേട്ട് നോക്കണം കേട്ടോ. ചുമ്മാ പട്ടിക്കാട്ടത്തിൻ്റെ വിലയില്ലാത്ത കാര്യമാണ് ഈ പറയണത്. ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഡിസിപ്ലിനൊക്കെ കൊണ്ടാണ് നല്ലതാണ്. അവരിങ്ങനെ നാട്ടുകാരെ പോലെ ചവർ വർത്താനമെന്ന് പറയേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം, സന്തോഷത്തോടെ സംസാരിക്കാം. പിന്നെ ക്ലേശകാലമാണെങ്കിൽ സംസാരം കുറക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളൊരു ക്ലേശകാലത്തോട് കടന്നു പോവുകയാണ്, അപ്പോൾ ടൈം കുറക്കണം, സംസാരം കുറക്കണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തോടു കൂടി കൂടുതൽ സമയമെടുക്കണം. പിന്നെ നിങ്ങൾ മസിൽ പിടിച്ച് ചില കാര്യങ്ങൾക്ക് പിടിവാശി കാണിക്കരുത്. ചില കാര്യങ്ങൾ നടക്കാൻ താമസിക്കും. അപ്പോഴേക്ക് ഈശോയ്ക്ക് കുറേ വഴികളുണ്ട്. ഈശോ ഒരു വഴി കുറച്ച് ട്രബിളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വഴിയെ കൂടിയേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പോകരുത്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അതറിയണമെന്നുണ്ടെങ്കിൽ ഈശോ എപ്പോഴും മറ്റ് വഴിയെ നോക്കണം. സുവിശേഷത്തിൻ്റെ ഒരു നിലപാടതാണ്. ഒരു വഴി ശരിയല്ലെങ്കിൽ അതിന്മേൽ കടിച്ചു തൂങ്ങി നിൽക്കത്തില്ല. ഇപ്പം നിങ്ങളുടെ ജോലിക്കാര്യം, നിങ്ങളുടെ കല്യാണക്കാര്യം, നിങ്ങളുടെ വീട് വെക്കണത്, നിങ്ങൾ അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ പിന്നെ അതിന്മേൽ കടിച്ചു തൂങ്ങി കിടക്കുക. ആ പെണ്ണെ തന്നെ കെട്ടണം, അല്ലെങ്കിൽ ഞാൻ ചത്ത് കളയെന്നൊക്കെ പറയും. ഷുഡ് നോട്ട് ഡു ദാറ്റ്. കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഞാനത് ചെയ്യും. കർത്താവ് എന്നെക്കൊണ്ട് തീരുമാനിച്ചോളൂ. കാര്യം ഞാൻ എൻ്റെ അടുത്ത് പ്രേമിച്ച് വന്ന 2 കപ്പിൾസ് 2 മണിക്കൂറോളം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച്. കാര്യം അവർ പ്രശ്നമായി, തമ്മിൽ 2 സമുദായമായിരുന്നു, അടിയായി. അപ്പോൾ അടി ഉണ്ടാകാതിരിക്കാനും തമ്മിൽ ആൾക്കാർ വെട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നേച്ചും അവസാനം ഞാൻ പറഞ്ഞപ്പോൾ അതൊക്കെ പിരിയണ കണ്ടീഷനിലായി. കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിലും പുറത്ത് വെട്ട് നടക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അത് പണ്ടത്തെ കഥയാണ്, 90-ലെ. അപ്പോൾ അവസാനം അവളും കൂടി പിരിയാമെന്നും പറഞ്ഞ് പുറത്ത് പോയിട്ട് ഞാൻ നോക്കി പൊത്തോന്നും പറഞ്ഞ് സ്വരം കേട്ട് നോക്കിയപ്പോൾ എന്താ പറയുക, പള്ളിക്കിണറ്റിൽ അവൾ ചാടി. അപ്പം ഞാൻ ചെന്നപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി. അപ്പം ഞാൻ അച്ഛാ വല്ല കാര്യമുണ്ട്, ഇതൊക്കെ പെരുമരണങ്ങൾ എവിടെയെങ്കിലും പോയി ചാകട്ടെ, അച്ഛനും നേരത്തെ ഇടപെടണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ. അതൊക്കെ പോയി കെട്ടി കിണറ്റിച്ചടിയപ്പോൾ ചിത്രം മാറിയല്ല, പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധിയാണേ. കിണറ്റിച്ചടിയപ്പോൾ പിക്ചർ മാറി, അച്ഛന്മാരും മെത്രാന്മാർ ബിജോദന്മാരും എല്ലാം മാറി, സംഭവം പിക്ചർ മാറി. അപ്പോൾ ആൾക്കാർ വരെ വെട്ടും കുത്തൊക്കെ നിർത്തി. നമ്മളെന്തിനാണ് വെറുതെ അതിങ്ങനെ വിഷമിക്കണത്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് അവൻ തൂങ്ങിയെന്ന വീട്ടിൽ ചത്തുപോയി.
അവളാണ് ഇപ്പം ചാടാൻ പോയെങ്കിൽ നിങ്ങൾ തമ്മിൽ കെട്ടിവെച്ചും അവൻ തൂങ്ങിപ്പോയി. എൻ്റെ കുടുംബ പ്രശ്നം പറഞ്ഞ അമ്മായിമ്മ പോരെ പറഞ്ഞ് ആൾ തൂങ്ങി. നിങ്ങളീ പറയുന്ന ഇങ്ങനെ ഈ ഇപ്പം തന്നെ ഇത് കിട്ടിയില്ല ചത്ത് കളയെന്ന് പറഞ്ഞ പല കാര്യത്തിൻ്റെ അവസ്ഥ ഇതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ വൈകാരിക അടിമത്വം എന്നുള്ള സംഭവമില്ലേ, ഉടമ്പടിക്ക് നിങ്ങൾക്ക് വൈകാരികമായിട്ട് ദൈവത്തോട് മാത്രമേ കടപ്പാടുള്ളൂ. ബാക്കി ഒന്നിനോട് ഒരു ഇമോഷൻ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കരുത്. നിങ്ങൾ അങ്ങനെ ഇമോഷൻ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോട് പറയണം, അമ്മേ എനിക്കിങ്ങനെ ഇമോഷൻ അറ്റാച്ച്മെൻറ്റ്, ഭാവിയിൽ ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എനിക്കറിയത്തില്ല. അത് പറയണ്ടേ? അത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടല്ലോ. ഭാവിയിൽ ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു സ്ഥലം മേടിക്കണ കാര്യമായാലും ശരി. നിങ്ങൾ ഈ സ്ഥലം മേടിക്കാൻ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ തന്നെ ആൾക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ചേച്ചി ഈ സ്ഥലം മേടിക്കുന്ന ഐഡിയ ആരുടേതാണ്? അതെൻ്റെതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഈ ഐഡിയ വരാൻ കാര്യം എന്താണ്? അല്ലെങ്കിൽ അവളെടുക്കുമെന്ന് അപ്പുറത്തുള്ളൂ. അതാണ് പ്രശ്നം. വല്ല കാര്യമുണ്ടാ? അയൽവാസികൾ ആ സ്ഥലം എടുക്കുമെന്നേ. അത് ഇവരുണ്ടാക്കി മറ്റേ ഭർത്താവിനെ പറഞ്ഞ് ചാട്ട കയറ്റി, അത് മാതാവിനെ പറഞ്ഞ് ചാട്ട കയറ്റാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുക. അത് ഈ വിഷയമൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഈ ഡെഡ് മണി ആയിട്ട് കൊണ്ടുപോയി ആ പൈസ കുത്തിയിട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു കിഡ്നി രോഗം വന്നാൽ ആര് കാശെടുത്ത് മുടക്കും? തീർന്നില്ല പരിപാടി. ഈ സ്ഥലം വിൽക്കാതെ നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലം വിൽക്കാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ആരൊക്കെ വില തരുക? അപ്പോൾ ഇത് പല കുടുംബങ്ങളും നശിപ്പിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഈ അതിബുദ്ധിയും ഇമോഷനും അത് ആണുങ്ങളുടെ ബോധമില്ലായ്മയുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് സെറ്റ് ചെയ്യണം, ദൈവമായിട്ട് സെറ്റ് ചെയ്യണം. ഒരു വിഷയം ദൈവഹിതമല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാതിരിക്കാനുള്ള വൈകാരിക സ്വാതന്ത്ര്യം വേണം. പല ആൾക്കാർക്ക് ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാര്യം വൈകാരിക സ്വാതന്ത്ര്യത്തിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വൈകാരിക അടിമത്വമാണ് ആൾക്കാർക്ക്. അത് കാരണം അവർ പിടിച്ച പിടിവാലെ മക്കളെ മുട്ടി പോലെ പിടിച്ചു നിൽക്കും. അത് നടന്നില്ലെങ്കിൽ വേറെ എന്ത് ദൈവം ചെയ്താലും അവർക്ക് മോന്ത തെളിയത്തില്ല. ഇതൊരു ഭയങ്കര കഷ്ടമായൊരവസ്ഥയാണ്. അവരിങ്ങനെ ദൈവം ചെയ്യാതെ ബാക്കി ഉടമ്പടിയിൽ 5 കാര്യം ചെയ്തു തന്നാലും നിങ്ങളുടെ മോന്ത തെളിയത്തില്ല. ഇതിന് ഒരു മരുന്നൊന്നുമില്ല. ആകപ്പെടെയുള്ള മരുന്ന് നമ്മളെ ഡ്രൈക്കാണിന വല്ലതും കഴിച്ച് ഉളമ്പരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഭ്രാന്തൊക്കെ അവസാനിപ്പിക്കുക. മറിച്ച് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിരുസ്ഥനിധിയിൽ ഏൽപ്പിക്കുക. എന്നിട്ട് മാത്രം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വികാരപ്പിടുത്തമാണ് ഈ സാധനത്തിന് നടത്തണമെന്നുള്ളത്. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനസികാവസ്ഥ, എനിക്ക് ഭ്രാന്ത് പിടിക്കണ തോന്നണം, എന്നെ സഹായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് പൂശണം. ഈ ഒരു റോജൻ്റെ തന്നെ ഒരു സാക്ഷ്യമുണ്ട്. റോജിന് മൂത്രത്തിലുള്ള ബ്ലഡ് പോണം. അപ്പോൾ ഇതിങ്ങനെ ഗുരുതരമായ രീതിയിൽ പോകുന്ന കണ്ടപ്പോൾ ഒരു യൂറോളജിസ്റ്റിനെ പോയി കണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ആന്തരിക അവയവങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് എടുത്തത് ആന്തരിക അവയവങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ റോജൻ ഡോക്ടറിനോട് ചോദിച്ചു, അയാളെ അങ്ങനെ യൂറോളജി MD അല്ലേ, ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും ബ്ലഡ് പോകണ്ടല്ല? ആന്തരിക അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ടെസ്റ്റ് എല്ലാം ചെയ്ത്, പക്ഷേ ഇപ്പോഴും ബ്ലഡ് പോകണ്ടല്ല. അപ്പോൾ ഡോക്ടർ പറയുന്നത് അത് വൈദ്യശാസ്ത്രത്തിൻ്റെ പരാജയമാണെന്ന്. അങ്ങനെ റോജൻ്റെ സാക്ഷ്യത്തിലുണ്ടത്, നോക്കിയാൽ മതി. അത് ചില കാര്യങ്ങൾ വൈദ്യശാസ്ത്രത്തിനും അറിയത്തില്ലെന്നാണ്. ആന്തരിക അവയവങ്ങളെല്ലാം ഓക്കെയാണ്, ബ്ലഡിലൂടെ യൂറിൻ പോണ്, അവസാനം യൂറിൻ ഇല്ല, ഇപ്പം ബ്ലഡ് മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ ലൈഫ് തന്നെ ഉണങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഷോക്കായിപ്പോയി. കാര്യം വൈദ്യശാസ്ത്രം ഇങ്ങനെ ചില സമയത്ത് പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഇവന് ഷോക്കായി. അപ്പം പുള്ളിക്ക് അപ്പോഴാണ് അമ്മയെക്കുറിച്ച് ഓർത്തത്. ഇവൻ വീട്ടിൽ വന്ന് വെച്ച്, റോജൻ വീട്ടിൽ വന്ന് വെച്ച് ഉടമ്പടി തൈലെടുത്ത് വിശ്വപ്രമാണം ചൊല്ലി അടിപറ്റി മൊത്തം തേച്ച്. ആ സെക്കൻഡിന് സംഭവം നിന്ന്. പിന്നെ 3 കൊല്ലമായിട്ട് സംഭവം ഇല്ല. അതാണ് വിഷയം എന്ന് പറയണത്. അപ്പം ചില ആൾക്കാർ നിങ്ങൾക്കിത്തിരി എന്തെങ്കിലും തരത്തിൽ വൈകാരികമായിട്ടുള്ള ഭ്രാന്ത് കയറി നിങ്ങളൊരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്തെങ്കിൽ ഉടമ്പടി തൈലം എടുത്ത് നെഞ്ചത്ത് വിശ്വപ്രമാണം ചെയ്ത് കുറിച്ചിടണം. അപ്പോൾ എന്താണ്? ദൈവം ആ വിഷയം ഏറ്റെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ മക്കൾ ഭ്രാന്ത് പിടിച്ച് നടക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള കുഴപ്പം വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയത്തെ ഭ്രാന്തായി കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ദൈവം തന്നാലും നിങ്ങൾക്ക് ഏക്കത്തില്ല.
കാര്യം എന്താണ്? ഇത് വട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വട്ടിൻ്റെ തന്നെ വേറൊരു വകഭേദം എന്ന് പറയാൻ പറ്റും. ദൈവം 5 കാര്യങ്ങൾ കൊടുത്തു, പക്ഷേ അവൻ പറഞ്ഞ ആ കാര്യം മാത്രം കൊടുത്തില്ല. അതെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുന്ന ആൾ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ആ ദൈവം ഇവളെ മുഖത്ത് തെളിയത്തില്ല, ഇവർക്ക് സന്തോഷമില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സന്തോഷത്തോടെ വൈകാരിക സ്വാതന്ത്ര്യത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എൻ്റെ വൈകാരിക മണ്ഡലങ്ങളെയും എൻ്റെ ചിന്തകളെ അടിമപ്പെടുത്തുന്ന ഭൗതിക ആകർഷണങ്ങളെയും എൻ്റെ വിശുദ്ധ രക്തത്താൽ തളിക്കണമേ, എനിക്ക് വിടുതൽ നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം അനുവദിക്കണം. ചില വിഷയങ്ങൾക്ക് നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് ഒരു നീക്കുപോക്കും ഇല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ വിഷയത്തിൽ ഒരു പ്രൊസീജിയറില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല, നിങ്ങളെന്ത് ചെയ്യണം? ആ നില തുടരണം. ആ സമയത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആഞ്ഞ് ആക്രാന്തം കാണിക്കരുത്. അയ്യോ നടക്കണില്ലല്ല, എന്തുമാത്രം പ്രാർത്ഥിച്ച് പച്ചത്തിരി തീർന്ന് നീലത്തിരി തീർന്ന് പത്തെണ്ണം കത്തിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വലിച്ചാഴികൾ ഇങ്ങനെ കാരക്കൂപ്പി നടക്കണില്ലേ? യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. കാര്യം ഒരു കാര്യങ്ങൾ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നടക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം നടന്നാൽ നിനക്കെന്തോ ഭാവിയിൽ അപാതാളം ഉണ്ടാകാൻ പോകുന്നു. ദൈവം അത് അറസ്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് അതിനെ ഒരു സ്റ്റാറ്റസ് കോയിൽ നടത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, അതുവരെ ഞാൻ ദൈവിക വേലയിൽ തങ്ങി നിൽക്കും എന്ന് പറയണത്, തങ്ങി എന്നുള്ളൊരു ഭയങ്കര വാക്ക് ബൈബിളിലുണ്ട്. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കാര്യമാണ്. അവൻ കർത്താവാണ് സുഖപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് കുളവാക്കി. അത് കാരണം കർത്താവിൻ്റെ എതിരാളികൾ ഈശോയെ തിരക്കി നടക്കാൻ തുടങ്ങി. ഭയങ്കര മോശമായ അന്തരീക്ഷം വന്നു. ആ മോശമായ അന്തരീക്ഷത്തിൽ ഈശോ എന്താ ചെയ്തെന്ന് നോക്കിയേ? തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. അതായത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളൂ അവിടുത്തെ ചിറകിന്റെ കീഴിൽ ഞാൻ എന്നെ അഭയം നൽകിയെന്ന് പറഞ്ഞില്ലേ? വിജനപ്രദേശത്ത് തങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണത് എന്താണ്? ആ വിനാശത്തെ കൊടുക്കാറ്റെടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 57 സങ്കീർത്തനം 1-ാം തിരുവചനം. സങ്കീർത്തനം 57:1. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇതിന്റെ ഒരു വചനം തന്നെയാണ് മർക്കോസ്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് വിനാശത്തിൽ നാം കടന്നു പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുതന്നെയാണ് ഈശോ വിജനപ്രദേശത്ത് തങ്ങിയെന്ന് പറയണത്. വിജയപ്രദേശത്ത് പോയി കാറ്റുകൊണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ദൈവപിതാവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുക. ഒരു നടപടിയില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ചെക്ക്, നമ്മൾ എഴുതിയ ചെക്ക് കൈമോശം വന്ന് എന്തു ചെയ്യും? കിട്ടണം കൊണ്ട് ഒപ്പിട്ട് മേടിക്കത്തില്ലേ? ഇപ്പോഴൊന്നും പറ്റത്തില്ല. ഇപ്പം ബാങ്കിൻ്റെ നിയമങ്ങളെല്ലാം മാറി വേറെ കുറച്ച് സ്കൂട്ടിനെയൊക്കെ ഉണ്ട്. പണ്ടങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഉടനെ സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും നമ്മൾ ബാങ്കിൽ.
ചെക്ക് കൈവശം അതിലുണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് പണം പോകരുതെന്ന് സ്റ്റോപ്പ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഏടാകൂടത്തിലൂടെയാണ് പോണത്, ഒരു ചിന്തിച്ചിട്ടൊരു പദ്ധതി കിട്ടണില്ല, ഒരു പിടുത്തം കിട്ടണില്ല എന്ന് കണ്ടാൽ നമ്മൾ ഉടനെ ദൈവത്തെ ചിറകിലേക്ക് തങ്ങണം. പിന്നെ അതാണ് വിജയപ്രശ തങ്ങിയെന്ന് പറയണത്. ഇനി അതല്ല വഴിയെങ്കിൽ അത് തന്നെയാണ് വഴിയെന്ന് പറഞ്ഞ് കടുപിടുത്തം പിടിക്കരുത്. പല ആൾക്കാർക്ക് എനിക്ക് ആ ജോലി കിട്ടില്ലെങ്കിൽ വേറെ ജോലിയില്ല, എനിക്ക് കേടായി പോയില്ലേ പിന്നെ എനിക്ക് പോകണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ കാണാം. ഇത് ഇവർ ഉടമ്പെടുക്കരുത്. എന്തായാലും ഞാൻ ഉടമ്പെടുക്കരുതെന്നല്ല പറയണത്, നിങ്ങൾ ആലപ്പുഴ വരരുത് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൈയിരിപ്പ് ദൈവത്തിന് പറ്റുന്നതല്ല. എനിക്ക് കേടായി പോയാൽ പിന്നെ ഒരു രാജ്യത്തും പോകണ്ടെന്നാണ് പറയണത് അവൾ. എന്ത് ചെയ്യാനാണ്? അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാക്കണ്ടേ, ബോധം ഉണ്ടാകണ്ടേ? ഇവളുടെ ആരാണ്ട് ആൾക്കാർ ഉണ്ടെന്ന്, ഇവള് പോയാൽ നമ്മുടെ കുടുംബത്തെ പ്രമാണം പോയി കാശും പോയി ഇവളെയും കിട്ടത്തില്ലെന്ന് ഉറപ്പല്ലേ? അല്ല പിന്നെ എന്തിനാണ് ഒരു രാജ്യത്ത് തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യം? ജോലി കിട്ടിയാൽ പോരെ. അപ്പം ചില ആൾക്കാർക്ക് ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, ചില ജോലികൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അത് ദൈവഹിതമല്ല, നിനക്ക് പറ്റാത്തതാണെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എടുക്കാൻ പഠിക്കണം. ബൈബിളിൽ ഓപ്ഷൻ ഇല്ലേ? എന്തുമാത്രം ഓപ്ഷനാണ് ഉള്ളത്. മർക്കോസ് എടുത്തേ, മത്തായി 2:12 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ഈശ്വരാധന. മത്തായി 2:12 ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അപ്പൊ ഹെരോദസിന്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞാൽ ആ വഴി തന്നെ പോകത്തുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ മസിൽ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടാ? അടുത്ത ഓപ്ഷൻ എടുത്ത് പോയേക്കണം. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? അല്ലെങ്കിൽ ആ ജോലി തന്നെ, ആ വീട് തന്നെ, ആ സ്ത്രീ തന്നെ, ആ കുട്ടി തന്നെ, അല്ലെങ്കിൽ ആ ചെറുക്കൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. കുറേ നാളായിട്ടും ഈ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷൻ എടുത്ത് പോകണം. അപ്പം നിങ്ങൾക്ക് ദുരഭിമാനമായിട്ടോ ഞാൻ ഇത്രയും നാൾ വേസ്റ്റായി പോയാലും എൻ്റെ സമയം, ആ കുറേ കാര്യങ്ങൾ വേസ്റ്റായി പോകും. അതിന് ഞാൻ ഇത്രയും വേസ്റ്റായപ്പോൾ ദൈവം എനിക്ക് തരേണ്ടതല്ലേ? അങ്ങനെ ദൈവത്തിനെ കയറി തോക്കിനകത്ത് കയറി ഉപയോഗിക്കേണ്ട കാര്യമില്ല. എളിമപ്പെടണം. അഹങ്കാരികളെ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ദൈവം എപ്പോഴും ചെയ്യുന്ന രീതി അതാണ്. ഒരു സാധനം സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അടുത്ത ഓപ്ഷൻ എടുത്ത് പോകണം. നിങ്ങൾ 9:56 ലൂക്കാന്റെ സുവിശേഷം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 9:56 അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈശോനെ അപ്പോസ്തലന്മാർ 2 പേരെ പറഞ്ഞ്, ഈശോ 2 പേരെ പറഞ്ഞു വിട്ട് സമറിയയിലൂടെ പോകാൻ, രാത്രി കിടക്കേണ്ട സ്ഥലം ഒരുക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ സമറിയാർ ഭയങ്കര പുലിവാലും അടിപിടി അക്രമം കൊലപാതകം വരെ എത്തണം. ഇവരുമായിട്ട് ഭയങ്കര ബോൾത്തായി. അപ്പോഴേ ഇവർക്ക് അങ്ങോട്ട് തന്നെ പോകണം. ആർക്കാണ്? ഫസ്റ്റ് പാർട്ടിയാണ് കൂടെ കൂടിയിരിക്കണത്, യാക്കോവും യോഹന്നാനും. പണ്ടത്തിൻ്റെ പേര് ഇടിവെട്ടെന്ന പേര്, ഇടിവെട്ട് പാർട്ടിയായത്. പിന്നെയാണ് ഇവനൊക്കെ മര്യാദക്കായത്. ആദ്യകാലങ്ങളൊക്കെ സ്വന്തം സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പൊനേർഗസ്, ഇടിനാഥത്തിൻ്റെ പുത്രന്മാർ യാക്കോബും യോഹന്നാനും ഫസ്റ്റ് പാർട്ടിയാണ്. ഇവർക്ക് പറ്റിയൊരു തള്ളമുണ്ട്. അത് ശബദി പുത്രന്മാരുടെ അമ്മ. ഇവർക്ക് പറ്റിയ ആൾക്കാരുണ്ട്. അമ്മയും മക്കളും കൂടി ഒരു സ്വഭാവമാണ്. ഒരിടത്ത് കൂടി പോയാൽ അങ്ങനെ കൂടിയേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പോകണ്ടെന്നുള്ള ഐഡിയയാണ്. അപ്പോൾ ഈശോ പറഞ്ഞ് എന്ത് സ്പിരിറ്റാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചിട്ട് പറയും അവൻ ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അത് ആ വിഷയം ക്ലോസ് ചെയ്യണം. കണ്ടില്ലേ? അതാണ് കർത്താവിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. യു ഷുഡ് സ്റ്റിക്ക് ടു ദിസ് പേഴ്സൺ ഓർ എ പ്ലേസ്, അല്ലെങ്കിൽ ജോലി. നിങ്ങൾ ഡീവിയേഷൻ എടുത്ത് പോകണം. ഡീവിയേഷൻ എടുക്കുന്ന എളിമയാണ് ശരിക്കും. മറ്റേ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അഹങ്കാരമാണ്. ഉടമ്പടിക്കത് പറ്റത്തില്ല. ഓക്കെ അല്ലേ? താങ്ക് യു. എഴുന്നേര്. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ,
ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങളും സമാശ്വാസ പ്രാർത്ഥനയാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈനിൽ ഉടമ്പടിയില് വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരും, കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുറവാർന്ന വലതുകരം അവരുടെ ശിരസിലേക്ക് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക അവയവങ്ങള്, ശാരീരിക കോശങ്ങള്, രോഗാതുരമായ എല്ലാ ഇടങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, നിന്റെ കൃപയാൽ
നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോരോ കാര്യങ്ങൾക്ക് വേദന കൊള്ളുന്നവരെ, വേദനപ്പെടുന്നവരെ, സങ്കടപ്പെടുന്നവരെ, ജീവിത ദുരിതങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ കർത്താവേ, അവിടെ സങ്കടങ്ങളിൽ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവരെ, ഈ ധ്യാനം കൂടുന്നവരിലെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവേ. ഈ ആഴ്ചയിൽ ഓരോരോ ഇടങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോകുന്നവരെ, ടെസ്റ്റിന് പോകുന്നവരെ, ജോലിക്ക് പോകുന്നവരെ, പുതിയ പഠനങ്ങളിലേക്ക് പോകുന്നവർ, പുതിയ കോഴ്സ് എടുക്കുന്നവർ, അവർക്കുണ്ടാകുന്ന ഇൻ്റർവ്യൂ, അവർക്കുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും കർത്താവ്, ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും പോകുന്നവരെ, സ്ഥലസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ കർത്താവ്, ഈ ആഴ്ചയിൽ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നവർ കർത്താവ്, ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാരെ ആശീർവദിക്കുന്നു. മക്കളില്ലാത്തവർ, ഭവനമില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ദൈവമേ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ദൈവനാമത്തിൽ നീ യേശുനാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം ദൈവമേ, നന്ദി ദൈവമേ, മഹത്വം ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഇവിടെ മുട്ടയിൽ നിന്നിട്ട് കൈകൾ കുപ്പി ഭക്തിയോടുകൂടി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ശേഷം പരിശുദ്ധ ആശീർവാദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധന.